ഈ പരിശീലനത്തിൽ ഒരുമിച്ചിരിക്കുന്ന ഏവർക്കും എന്റെ വിനീതമായ വന്ദനം. ഞാൻ ദിവ്യ പി ദേവ് ഈ സെക്ഷനിലെ MC ആയി നിങ്ങളോടൊപ്പം ചേരുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ഗ്രൂപ്പ് 4 ഏകോപനത്തിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഈ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിച്ച ഏവർക്കും പ്രത്യേക അഭിനന്ദനം. ഏത് ഉദ്യമവും ദൈവത്തിൽ അർപ്പിച്ചു തുടങ്ങുന്നത് ആയതിന്റെ വിജയം ഉറപ്പാക്കുന്നു. അതിനാൽ തന്നെ ഈ പരിശീലന ക്ലാസ്സിനെ സകല നന്മകളുടെയും ഉറവിടമായ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രീമതി നീന സൈമൺ ആണ്. ബഹുമാനപ്പെട്ട നീന സൈമണിനെ പ്രാർത്ഥനയ്ക്കായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അങ്ങയുടെ വചനം എന്റെ പാപത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 105 വാക്യം. കാരുണ്യവാനായ ദൈവമേ, KRLCBCയുടെ ഈ പ്രസംഗ പരിശീലനത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചതിനും അങ്ങനെ നിന്റെ വിളിയിലേക്ക് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സും ഹൃദയവും ശാന്തമാക്കി ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനും ഓരോ നിർദ്ദേശവും അനുസരിക്കുന്നതിനും നമ്മുടെ പ്രസംഗ ശുശ്രൂഷയെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളതാകട്ടെ. ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കൂടുതൽ ജ്ഞാനത്തോടും വിവേകത്തോടുമുള്ള ആത്മീയ നിറവിനാൽ അച്ഛനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഞങ്ങളെ നല്ല പ്രസംഗകരാക്കി മാറ്റി സഭയ്ക്കും സമൂഹത്തിനും ഉപകാരമുള്ള ഉപകരണങ്ങളാക്കി മാറ്റണമേ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായ ഒരു ബോധ്യം പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. പരിശുദ്ധാത്മാവെ ബോധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നന്ദി നീന സൈമൺ. നമ്മുടെ മനസ്സുകളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ഈ പ്രാർത്ഥനയ്ക്ക് സ്വാഗതമർപ്പണം ഏതൊരു പരിപാടിയുടെയും മുഖമുദ്രയാണ്. ഊഷ്മളമായ ഒരു സ്വാഗതം ഈ സദസ്സിനെ ആകെ ഒരുമിച്ച് നിർത്താൻ സഹായിക്കും. ഈ സന്ധ്യയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും പ്രിയപ്പെട്ട പരിശീലനാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ശ്രീമതി ശോശമ്മ ടീച്ചറാണ്. സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ശ്രീമതി ശോശമ്മ ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഗൃഹരിയച്ച, ബഹുമാന്യനായ ജെറാൾഡും ഒറേലിയസ് സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. പബ്ലിക് സ്പീക്കിങ്ങിന്റെ 8ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നാം എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. ലത്തീൻ സമുദായ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും പ്രസംഗ നേതൃത്വ പരിശീലന പരിപാടിയിലൂടെ മികച്ചവരായി സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരായി തീരുവാൻ നമ്മളെ ഒരുക്കുവാനായി KRLCBC ഒരുക്കിയ ഈ നേതൃത്വ പരിശീലന പരിപാടിയിൽ നമുക്ക് വളരെയധികം ഉത്തേജനം നൽകുന്ന, നമ്മളെ കൈപിടിച്ച് ഓരോ സ്റ്റെപ്പും വഴി നടത്തുന്ന, നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ക്ലാസ്സുകൾ എടുത്തു തരുന്നത് നമ്മുടെ ആദരണീയനായ KRLCC നടത്തുന്ന ഈ പ്രസംഗ നേതൃത്വ പരിശീലന പ്രോഗ്രാമിൽ നമുക്ക് ഏറ്റവും അധികം ഭംഗിയായി ക്ലാസ് എടുത്തു തരുന്നത് നമ്മുടെ ആദരണീയനായ ഗൃഹരി അച്ഛനാണ്. അച്ഛൻ വളരെ മനോഹരമായ രീതിയിൽ അച്ഛൻ്റെ തനതായ വ്യക്തിമുദ്ര വധിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വളരെ ഭംഗിയായി മനോഹരമായി ക്ലാസ്സുകൾ എടുത്തു തരുന്നു. അച്ഛൻ കാർമൽഗിരി സെമിനാരിയുടെ ഡീനും നമ്മുടെ ഈ പ്രസംഗ പരിശീലനത്തിന് തനതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യുന്ന അച്ഛനെ ഏറ്റവും സ്നേഹാദരവോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ക്ലാസ്സിന് ശേഷം അനുബന്ധ പ്രഭാഷണം നടത്തുവാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ
ജെറാൾഡ് മൗറേലിയസ് സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹാദരവോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ദിവസവും വളരെ വ്യക്തതയോടെ പ്രസംഗ പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ നല്ല നല്ല ടിപ്സുകൾ ഇട്ടുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ബഹുമാന്യനായ ജെയ്സൺ ആദപ്പള്ളി സാറിനെ ഏറ്റവും സ്നേഹാദരവോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസംഗ നേതൃത്വ പരിശീലന പരിപാടിക്ക് കോർഡിനേറ്ററായി നിന്നുകൊണ്ട് എല്ലാ പരിശീലന ക്ലാസ്സുകളിലും നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന ബഹുമാന്യനായ നമ്മുടെ ജൂലിയൻ സാറിനെയും ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രസംഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് 4ാമത്തെ ഗ്രൂപ്പായ ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെയാണ്. ഇന്നിവിടെ MC ആയി നിന്ന് ഈ പരിപാടിക്ക് ആങ്കറിങ് നടത്തുന്ന ദിവ്യ പി ദേവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഓപ്പണിംഗ് പ്രയർ നടത്തിയ മിസ്സിസ് നീന സൈമണെയാണ്. നല്ല ഒരു ഓപ്പണിംഗ് പ്രയർ നടത്തി എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിന് ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ 4ാമത്തെ ഗ്രൂപ്പിന്റെ കോർഡിനേറ്ററായ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ജെസി തോമസിനെയാണ്. സിസ്റ്റർ ജെസി തോമസ് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിക്കിടയിലാണ് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം വളരെ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ അർപ്പണ മനോഭാവത്തോടെ നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും വിളിക്കുകയും പറയുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന നമ്മുടെ സിസ്റ്റർ ജെസി തോമസ് ആണ് ഇന്ന് കൺക്ലൂഡിംഗ് പ്രയർ നടത്തുന്നു. സിസ്റ്ററിനെ ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി ശോശമ്മ ടീച്ചർ. ടീച്ചറുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ഏവർക്കും ഒരുപോലെ സന്തോഷം നൽകി. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നേതൃപാടവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ സംസാരത്തിന്റെ ഘടനയെ കുറിച്ചാണ്. ഒരു നല്ല പ്രസംഗം എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ ഗ്രിഗറി അച്ഛനാണ്. വചനം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നമ്മെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിത്വമാണ് അച്ഛൻ. സമുദായത്തിന് മാർഗദർശനം നൽകുന്ന അച്ഛനെ അറിവിന്റെ ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും വേണ്ടി ആദരപൂർവം ക്ഷണിക്കുന്നു. അച്ഛാ, സ്വാഗതം. സ്നേഹ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്ന 4ാമത്തെ ഗ്രൂപ്പ് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ തുറന്നു ചെയ്യുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മളിന്ന് പ്രസംഗത്തിന്റെ ബോഡിയെ കുറിച്ച് അല്ലെങ്കിൽ ഗാത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും ഞാൻ എന്താണ് പ്രസംഗത്തിന്റെ ഘടന എന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിലാദ്യം പറഞ്ഞത് പ്രസംഗത്തിന്റെ ആമുഖം, ബോഡി, പിന്നീട് ക്രോഡീകരണം. അതിനെ വിഭജിച്ച് 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതില് ആമുഖം എന്തായിരിക്കണം, എങ്ങനെയാണ് പ്രസംഗം തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഞാൻ 2ാമത്തെ ഭാഗമായ അതിന്റെ ബോഡി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്ന് ചിന്താവിഷയമാക്കുന്നത്. അപ്പൊ അതിന് സഹായകമായ ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. പ്രധാനമായിട്ടും ആദ്യം കഴിയുന്നതും പ്രസംഗത്തിന് വേണ്ടി മനസ്സിൽ മാത്രം ഒരുക്കം നടത്താതെ പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ എഴുതുന്ന ഒരു രീതി നന്നായിരിക്കും. എപ്പോൾ ചിലർക്ക് മൊബൈലിൽ എഴുതാൻ പറ്റും, വേറെ ചിലർക്ക് പേപ്പറിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ഒരു പ്രസംഗ കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് പ്രസംഗത്തിന് മുമ്പ് നിങ്ങളൊരു ഘടന രൂപീകരിക്കുകയാണെങ്കിൽ മാത്രമേ പ്രസംഗം വളരെ നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയൂ. അപ്പൊ അതിന് സഹായകമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പ്രസംഗം ഓൺ ദ സ്റ്റേജിൽ വന്ന് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ഒരു പശ്ചാത്തലം നമ്മൾ ഒരുക്കണം. ഒരുക്കിയിട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ട് മാത്രമേ പ്രസംഗിക്കാൻ പോവുള്ളൂ.
തൽക്ഷണ പ്രസംഗമായിരുന്നാൽ ഒരുപക്ഷെ നമുക്ക് ഒരു പേപ്പർ എപ്പോഴും കൈ കയറുന്ന ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡയറി കുറിപ്പിലോ എന്തെങ്കിലുമൊക്കെ എഴുതി അത് പറഞ്ഞ് അത് മനസ്സിലോർത്ത് ആവർത്തിച്ച് പറയുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പൊ അതിനെ സഹായിക്കുന്നതാണ് ഇന്നത്തെ ഈ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്. അതിനൊന്നാമത്തത് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ആ കോണ്ടസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ഏതൊരു അവസരത്തിലാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആ പ്രസംഗത്തിന് പ്രധാനപ്പെട്ട ആശയം എന്താണെന്നതിനെ കുറിച്ച് പ്രധാനമായ ആശയത്തെ മനസ്സിൽ ഊന്നിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഞാൻ ഈ പ്രസംഗത്തിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ആശയം? അതിനനുബന്ധമായിട്ട് 3 ഉപവിഷയങ്ങൾ ആയിക്കൊള്ളാം. പക്ഷെ 3-ൽ കൂടുതൽ ഉപവിഷയങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. 4-5 ആയി കഴിഞ്ഞാൽ പിന്നെ അത് ബോറായിട്ട് മാറും. ഒരു പ്രസംഗത്തിന്റെ ഉപവിഷയങ്ങളായിട്ട് 3 വിഷയങ്ങൾ വരെ ആകാം. അപ്പൊ ആ വിഷയങ്ങളെ പ്രധാനമായിട്ട് മനസ്സിൽ കാണുക. അപ്പൊ ഇതാണ് നമ്മുടെ വിഷയം. ഉദാഹരണമായിട്ട് ഞാൻ ലഹരിയെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി പോവുക. അപ്പൊ ലഹരി എന്ന് പറയുമ്പോൾ എന്താണ് ലഹരിയുടെ പ്രധാനപ്പെട്ട ആശയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ട് എനിക്ക് 3 ഘടകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ലഹരി എന്താണ്, വിവിധ ലഹരികൾ എന്താണ്, അതിന്റെ ദോഷവശങ്ങൾ എന്താണ്, അത് എങ്ങനെ ദൂരീകരിക്കാൻ പറ്റും, ഇങ്ങനെ 4-5 ഭാഗങ്ങളായിട്ട് എനിക്ക് ക്രമീകരിക്കുവാനും അതിന്റെ ആശയങ്ങളെ ബലപ്പെടുത്തി എഴുതി വെക്കാനും കഴിയും. അപ്പൊ അങ്ങനെ ഒരു ആശയത്തിന്റെ ഒരു വ്യക്തത ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ആശയത്തിന്റെ വ്യക്തത ഉണ്ടാക്കിയിട്ട് മാത്രമേ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാവൂ. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് അവതരണ ക്രമം ഒന്ന് മനസ്സിൽ ക്രമീകരിക്കുക. അപ്പം ആശയങ്ങള് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അല്ലെങ്കിൽ പേപ്പറിൽ കുറിച്ചു വെച്ചു, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ കുറിച്ചു വെച്ചു, എന്നിട്ട് അതിന്റെ ക്രമം ക്രമീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് 4 രീതിയിൽ പ്രധാനമായിട്ടും പ്രസംഗത്തിന്റെ ക്രമത്തെ നമുക്ക് അവലംബിക്കാം. ഒന്നാമത്തേത് ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ക്രമമായിട്ട് നമ്മൾ പ്രസംഗം അവതരിപ്പിക്കും എന്ന് പറയുമ്പോൾ, ഇപ്പൊ ചരിത്രപരമായ കാര്യമാണ് നമ്മൾ അവതരിപ്പിക്കുന്നതെങ്കിൽ ചരിത്രത്തിന്റെ വസ്തുതകൾ, ചരിത്രത്തിന്റെ ഡേറ്റ്സ്, ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ക്രമപ്പെടുത്താം. അപ്പൊ ഒരു ക്രമീകരണത്തിന്റെ രീതിയിൽ നമുക്ക് പ്രസംഗം നടത്താം. അപ്പൊ ക്രമീകരണം എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ, ഒരു പ്രത്യേകമായ ഓർഡറിൽ. അപ്പൊ എന്താണ് ഞാൻ, ഏത് രീതിയാണ് ഞാൻ അവലംബിക്കുന്നത് ആദ്യം മനസ്സിൽ സ്ഥിരീകരിക്കുക. അപ്പൊ ക്രമീകൃതമായ രീതിയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്നുള്ള കാര്യം. അതല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് പ്രശ്ന പരിഹാര രൂപത്തിൽ അവതരിപ്പിക്കാം. ഇപ്പൊ ലഹരിയാണ്, ലഹരി എന്നുള്ള വിഷയത്തെ ഞാൻ പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ലഹരി എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്, നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഞാൻ പ്രശ്നം അവതരിപ്പിച്ചിട്ട് അതിന്റെ പരിഹാര മാർഗങ്ങളിലേക്ക് കടക്കുന്ന ഒരു രീതി അവലംബിക്കാം. അതിനെ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന പ്രോബ്ലം സൊല്യൂഷൻ എന്നുള്ളതാണ്. പ്രോബ്ലം അവതരിപ്പിക്കുന്നു, ആ പ്രോബ്ലത്തിന്റെ പരിഹാരം അവതരിപ്പിക്കുകയാണ്. അതൊരു വേറെ രീതിയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ രീതി ആശയങ്ങളെ ക്രമീകരിച്ച് അവതരിപ്പിക്കുക, ആശയങ്ങളുടെ ക്രമീകരണമായ രീതിയിലുള്ള അവലംബനം. രണ്ടാമത് പ്രോബ്ലം സൊല്യൂഷൻ, അതിന്റെ പ്രശ്നത്തിലുള്ള പ്രതിവിധിയും കണ്ടെത്തി അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രീതി അവലംബിക്കാം. മൂന്നാമത് അതോടൊപ്പം തന്നെ കാര്യകാരണ വിശകലനത്തിലൂടെ അവതരിപ്പിക്കും. ഒരു കാര്യം, ഇപ്പൊ ലഹരി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിന്റെ കാര്യം എന്താണ്, അപ്പൊ അതിന്റെ കാരണം എന്താണ്, അത് കാര്യവും കാരണവും. അപ്പൊ ലഹരിയിലൂടെ ഉണ്ടായ ഭവിഷ്യത്തുകൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, അതിന്റെ കാരണങ്ങൾ എങ്ങനെ വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ കാര്യകാരണ രൂപത്തിൽ അവതരിപ്പിക്കും. അവിടെ പ്രശ്നപരിഹാരമല്ല, കാര്യകാരണങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ്. അപ്പൊ അത് വേറെ രീതിയിലാണ്. അതുമല്ലെങ്കിൽ വിഷയത്തെ തന്നെ അപഗ്രഥിച്ചുകൊണ്ട് പറയാം. ഉദാഹരണമായിട്ട് ഞാൻ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാമെന്ന് വിചാരിക്കും. സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എനിക്ക് സ്നേഹത്തെ, എന്താണ് സ്നേഹമെന്നും വിവിധതര സ്നേഹം എന്താണെന്നും എങ്ങനെ സ്നേഹിക്കണമെന്നും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ആശയത്തെ തന്നെ പൊതുവായിട്ട് ഒരുപക്ഷെ ഇളക്കി മറിച്ചുകൊണ്ടോ അപഗ്രഥനം ചെയ്തോ കീറിമുറിച്ചുകൊണ്ടോ പ്രസംഗിക്കാം. അപ്പൊ ആ വിഷയത്തെ കീറിമുറിക്കുന്ന രീതിയാണ്. ആ വിഷയത്തെ കീറിമുറിച്ചുകൊണ്ട് അതിന് എങ്ങനെയാണോ ഒരു മനുഷ്യന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്, അതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ എണ്ണിപ്പുറക്കി ഓരോ അവയവങ്ങൾക്കും ഉണ്ടാകുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും കണ്ടെത്തുന്ന ഡോക്ടറെ പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയത്തെ അപഗ്രഥിക്കുവാൻ വേണ്ടി കീറിമുറിച്ചുകൊണ്ട് അതിന്റെ സ്ഥൂലമായ അംശങ്ങളിലേക്ക് കടന്നു നിന്നുകൊണ്ട് അതിന്റെ വിവിധമായ ആംഗിൾ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, അത് വേറെ രീതിയായിരിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കഥ പറയുന്ന രീതിയിൽ പറഞ്ഞു പോകാം. കഥ പറയുന്ന രീതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലഹരിയെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാൻ. ഇപ്പൊ ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു സംഭവം, എൻ്റെ നാട്ടിലുണ്ടായ ഒരു ചെറുപ്പക്കാരൻ, അവൻ വളരെ സുമുഖനും ശക്തനും ധീരനുമായിരുന്നു.
അവൻ കോളേജിലേക്ക് ദൂരദേശത്ത് പഠിക്കാൻ വേണ്ടി പോയി. പഠിക്കാൻ പോയപ്പോൾ അവൻ കൂട്ടുകാരുമായിട്ട് ചേർന്ന് ലഹരിക്ക് ക്രമേണ അടിപ്പെട്ടു. അതിനുശേഷം അവൻ മാതാപിതാക്കളെ അകലുകയും മാതാപിതാക്കളെ പണം ഉണ്ടാക്കാൻ വേണ്ടി സ്വാധീനിക്കുകയും ചെയ്തു. അതിനുശേഷം പണം കിട്ടാതെ വരുമ്പോൾ മാതാപിതാക്കൾക്കെതിരെ തിരിഞ്ഞു. ഇങ്ങനെ ഞാനത് കഥ പറഞ്ഞുകൊണ്ട് ലഹരിയുടെ ഭവിഷ്യത്തുകളെ അവതരിപ്പിക്കാൻ കഴിയും. ഈ അവലംബന രീതി നമ്മുടെ മനസ്സിൽ നിന്ന് ക്രമപ്പെടുത്തുന്നത്. ഏത് രീതിയാണ് ഞാൻ അവലംബിക്കാൻ പോകുന്നത്? അപ്പൊ ആശയത്തെ പ്രധാനമായിട്ട് എന്താണ് വിഷയം എന്ന് ഞാൻ മനസ്സിൽ കണ്ടു. ആ വിഷയത്തെ അവതരിപ്പിക്കേണ്ട മെത്തഡോളജി ഞാൻ മനസ്സിൽ കാണുകയും ആ മെത്തഡോളജി ഞാൻ ഈ പറഞ്ഞ രീതിയിലാകാം. അത് പല മെത്തഡോളജി ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇഷ്ടമുള്ള മെത്തഡോളജി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈസി ആണെന്ന് തോന്നുന്ന മെത്തഡോളജി, എന്റെ കയ്യിൽ നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള മെത്തഡോളജി എല്ലാം കൂടെ അവലംബിച്ച് ആ പ്രസംഗത്തെ കുളമാക്കരുത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന, എനിക്ക് ബോധ്യമുള്ള ഏതെങ്കിലും ഒരു മെത്തഡോളജി അവലംബിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ആയിരിക്കാം പ്രസംഗത്തിന്റെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഈ പറഞ്ഞ ആശയങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി യുക്തിസഹജമായ തെളിവുകൾ നിരത്തണം. ഏതൊരു പ്രസംഗത്തിനും ആവശ്യമായ ഒരു കാര്യമാണ് തെളിവുകൾ നിരത്തുക എന്നത്. അപ്പൊ തെളിവുകൾ നിരത്തുവാൻ വേണ്ടി നമുക്ക് ഇപ്പം ഈ ക്രമാനുഗതമായ പ്രസംഗമാണ് ഞാൻ നടത്തുന്നതെങ്കിൽ അതിന്റെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചരിത്രപരമായതാണെങ്കിൽ അതിന്റെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ആളുകളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടെത്തി അതിനെ ക്രമമായിട്ട് ഒരുക്കിയെടുത്ത് മാത്രമേ നമ്മുടെ ആശയങ്ങളെ സബ്സ്റ്റാൻഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ ഫാക്ട്സും ഉദാഹരണങ്ങളും കൊണ്ട് നമ്മുടെ പ്രസംഗത്തെ ശക്തിപ്പെടുത്തണം. അപ്പൊ അതിന് നമുക്ക് ഉദാഹരണങ്ങളാകാം, ഉദ്ധരണികളാകാം, ഗവേഷണത്തിന്റെ കോട്ടിങ്സ് ആകാം, തിരുവഴുത്തിന്റെ ഭാഗങ്ങളാകാം, വ്യക്തിപരമായ അനുഭവ സമ്പത്തിൽ നിന്ന് അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാകാം. ഇങ്ങനെയുള്ള വിവിധപരമായ ചേരുവകൾ പ്രസംഗത്തിന്റെ ബോഡിയിൽ ഉൾപ്പെടുന്നത് ആ ആശയത്തെ ബലപ്പെടുത്തുന്നതിന് സഹായിക്കും. ഞാൻ ആശയം മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ആശയം ഹൃദിസ്ഥമാകുമാറ് ഹൃദയത്തില് ഊന്നി പിടിപ്പിക്കുന്നതിന് കഴിയില്ല. പ്രസംഗം ഹൃദയത്തില് ഊന്നി പിടിപ്പിക്കുവാനും പതിപ്പിക്കുവാനും കഴിയുന്ന രീതിയിൽ കണക്കുകളുടെ വിശകലനങ്ങളോ ഉദാഹരണങ്ങളുടെ അനുബന്ധ അവതരണങ്ങളോ കഥകളുടെ അനുഭവ സമ്പത്തുകളുടെ ഉദ്ധരണികളുടെ ഗവേഷണങ്ങളുടെയൊക്കെ പിൻബലത്തോടുകൂടി ആശയത്തെ അവതരിപ്പിക്കുമ്പോൾ ആ ആശയം വളരെ ശക്തമായ രീതിയിൽ ബലപ്പെടുന്ന രീതിയിൽ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയും. അത് നമ്മൾ സാധാരണ എപ്രകാരമാണ് ഒരു കെട്ടിടം പണിയുന്നത്? കെട്ടിടം പണിയുമ്പോൾ നമ്മൾ കല്ലുകള് ചേർത്ത് വയ്ക്കും. ആശാരിമാര് അത് നമുക്കറിയില്ല, ഓരോ കല്ലും ചെത്തി മിനുക്കി ചേരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം സിമന്റ് ഇട്ട് ഉറപ്പിച്ചങ്ങ് നിർത്തും. അങ്ങനെ ഉറപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുകയാണ്, അതിന് ഇളക്കം തട്ടാതെ ബലമായിട്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഈ ചാന്ത് അല്ലെങ്കിൽ സിമന്റ് ചാർത്തുന്ന പോലെയാണ് ആശയങ്ങളുടെ ഇടയിൽ നമ്മൾ വയ്ക്കുന്ന ഉദാഹരണങ്ങളും സംഭവങ്ങളും ഒക്കെ. അപ്പൊ ആശയം എന്ന് പറയുന്ന ഇഷ്ടിക അവിടെ ഉണ്ട്. ആ ഇഷ്ടികയെ ബലപ്പെടുത്തി വയ്ക്കുന്നത് ഈ സിമന്റ് മേലാണ്. ഉറപ്പ് ആവശ്യമാണ്. അപ്പൊ ഉറപ്പ് കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഉദ്ധരണികളും കഥകളും സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ. അപ്പൊ അത് എന്തുമാണെങ്കിലും ആകാം. ഓരോ പ്രസംഗത്തിനും സാഹചര്യം അനുസരിച്ച് നമുക്ക് മാറ്റാണത്. ചിലപ്പോൾ ഉദ്ധരണികളായിരിക്കാം, മറ്റു ചിലപ്പോൾ സംഭവങ്ങളായിരിക്കാം, വേറെ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ട ചില വേദനിക്കുന്ന സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ആ പ്രസംഗത്തെ കൂടുതൽ ചേർത്ത് വയ്ക്കുവാൻ ഉതകുന്ന രീതിയിൽ ഇങ്ങനെ അത് ചേർത്ത് വയ്ക്കുക. നാലാമത്, പരസ്പരം ബന്ധമുണ്ടായിരിക്കണം. ഒരു പ്രധാനപ്പെട്ട ആശയം ഞാൻ പറഞ്ഞു, അതിന്റെ ഉപാശയങ്ങൾ പറയുക. ചില ആളുകൾ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഉപാശയങ്ങളും പ്രധാനപ്പെട്ട ആശയങ്ങളും തമ്മിൽ ബന്ധമില്ലാത്തതായിട്ട് തോന്നും. ചില സമയത്ത് ചില പ്രസംഗങ്ങളൊക്കെ, പള്ളി പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ചില അച്ഛന്മാർ പ്രസംഗിക്കുന്നത് 4 പ്രസംഗം ഒരു പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു തോന്നും. പക്ഷെ അച്ഛൻ ഉദ്ദേശിച്ചത് ഉപാശയങ്ങൾ പറഞ്ഞ് പ്രധാനപ്പെട്ട ആശയത്തെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ ഉപാശയങ്ങൾ വേറെ പ്രശ്നങ്ങളായിട്ട് മാറുന്നതായിട്ട് തോന്നാം. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തരുത്. നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ആശയത്തിന്റെ ഉപആശയങ്ങളെ പ്രധാനപ്പെട്ട ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കണം. അടുത്തതായി, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച്, ഇതിന് വിപരീതപദമായി, ഇതില് പുറമെ, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട ആശയത്തെ ഉപആശയങ്ങളോട് ബന്ധിപ്പിക്കുവാൻ കഴിയും. വിഭക്തി പ്രത്യയങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചില കണക്റ്റിംഗ് വേർഡ്സുകളായിക്കോട്ടെ, അതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ആശയങ്ങളെ ഉപ ആശയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നത്. അത് വളരെ അത്യന്താവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ബന്ധം നിലനിർത്താൻ നമുക്ക് കഴിയൂ. ഒരാശയം പറയുമ്പോൾ അടുത്ത ആശയത്തിലേക്ക് പോകുവാൻ എന്നെ സഹായിക്കുന്ന ഈ പറയുന്ന ലിങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഭാഷയിലും ഉണ്ട് ഇങ്ങനെയുള്ള കണക്റ്റിംഗ് വേർഡ്സ്. അപ്പൊ നമുക്ക് മലയാളത്തിലുള്ള ആ കണക്റ്റിംഗ് വേർഡ്സ് നമ്മൾ പിറക്കി വെച്ച് അത് ശരിയായ രീതിയിൽ കണക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ വളരെ സുഗമമായ രീതിയിൽ പ്രസംഗം ഒഴുകി ഇറങ്ങുകയുള്ളൂ. അപ്പൊ പ്രസംഗം ഒഴുകി ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് കേട്ടിരിക്കുവാനുള്ള ഒരു ഇമ്പം ആ പ്രസംഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. 5ാമത്, ഓരോ ഭാഗവും
പ്രേക്ഷക കേന്ദ്രീകൃതമാക്കുക. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ആശയം പറഞ്ഞു, ആ ആശയത്തിന്റെ ഉപ ആശയങ്ങളിലേക്ക് കടക്കുകയാണ്. ഉപആശയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഓഡിയൻസിനെ ഒന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോഴത് റെലവന്റ് ആണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അടുത്ത ആശയത്തിലേക്ക് കടന്നാൽ മതി. ചിലപ്പോൾ എനിക്ക് തോന്നും അവർക്ക് അതിനോട് താല്പര്യം തോന്നുന്നില്ല, അവരെ ബാധിക്കുന്നതല്ല, ഞാൻ ഒരുങ്ങിക്കൊണ്ടുവന്ന രീതിയിലുള്ള ഓഡിയൻസ് അല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ട്വിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആശയത്തെ ഇപ്പം പ്രധാനപ്പെട്ട ആശയത്തിന്റെ ഉപ ആശയങ്ങൾ രണ്ടെണ്ണത്തെ എനിക്ക് വെട്ടിക്കുറയ്ക്കാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓഡിയൻസ് ഫ്രണ്ട്ലി ആകത്തക്ക രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് എന്റെ പ്രസംഗത്തിൽ ഉണ്ടാകേണ്ടത്. ഓഡിയൻസ് ഫ്രണ്ട്ലി ആകുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വന്നില്ലെങ്കിൽ പ്രേക്ഷകർക്ക് അരോചകമായിട്ട് തോന്നും. അത് അവര് പ്രസംഗത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്നതിനോ ഫോളോ ചെയ്യുന്നതിനോ സഹകരിച്ചില്ല എന്ന് വരും. അപ്പൊ ഇവരതൊക്കെ നിരാശയായിട്ട് മാറും. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവർക്ക് ഇമ്പം നൽകുന്ന രീതിയിൽ അതിനെ ക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രദ്ധ പ്രസംഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന്റെ ഈ കൺസ്ട്രക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് ഈ വിശദീകരണവും ഉദാഹരണവും ശരിയായ രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്തെടുക്കാൻ കഴിയണം. ഈ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് രണ്ട് എക്സ്ട്രീമിലേക്ക് പോകാം. ഒന്ന് അബ്സ്ട്രാക്ഷനിലേക്ക് പോകാം, എന്ന് പറഞ്ഞാൽ ആശയത്തിന്റെ ലോകത്തിലേക്ക് മാത്രമാണ് പ്രസംഗം പോകാം. ആശയത്തിന്റെ ലോകത്തിലേക്ക് മാറിപ്പോകുമ്പോൾ ഒരുപക്ഷെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ പ്രസംഗം ഇങ്ങനെ ഒരു ലെവലിൽ ഷൂട്ടപ്പ് ചെയ്തങ്ങ് പോകും. അത് ജീവിതത്തിൽ നിന്ന് വേറൊരു ധ്രുവത്തിലേക്ക് ആളുകൾ എത്തിക്കുന്നതിന് കാരണമായിട്ട് മാറും. ഇനി വൈകാരികമായ ഭാവം മറ്റൊരു എക്സ്ട്രീമാണ്. വികാരം കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതിയുണ്ട്, വികാരങ്ങൾ മാത്രം അവലംബിക്കുന്നത്. അവിടെ ആശയങ്ങളൊന്നും കാണണമെന്ന് നിർബന്ധമില്ല, വികാരങ്ങളുടെ തള്ളലിൽ വന്ന് വികാരത്താൽ പറയുന്ന പ്രസംഗങ്ങളാകാം. ഇത് രണ്ട് എക്സ്ട്രീംസ് ആണ്. ഈ എക്സ്ട്രീംസിനെ നമ്മൾ ബാലൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രസംഗത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ആശയം വേണം, വൈകാരികമായ ഭാവവും ഉണ്ടാകണം. ഇത് രണ്ടും കൂടെ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ പ്രസംഗം അരോചകമായിട്ട് മാറും. ആശയങ്ങൾ മാത്രമാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല, വികാരം ഉണർത്തുന്ന രീതിയിലുള്ള വികാരോജ്വല പ്രകടനമാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. കുറെ കഴിയുമ്പോൾ അയാൾക്ക് എന്ത് പറ്റുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം പ്രസംഗങ്ങളോട് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസംഗം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബാലൻസിങ്. ആശയത്തിന്റെ ക്രമീകൃതവും വൈകാരികമായ ഭാവങ്ങളുടെ, ഉദാഹരണങ്ങളുടെ ഒക്കെ ചേരുന്ന ഒരു വൈകാരികമായ ഭാവമുണ്ട്, അതും തമ്മിലുള്ള ഒരു ക്രമീകരണം വളരെ ശക്തമായിട്ടുണ്ടാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ ഉദാഹരണത്തിന്റെ നീളവും വ്യാപ്തിയും. ചില ആളുകൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ വരികയാണ്. 5 മിനിറ്റ് പ്രസംഗിക്കാൻ വരുമ്പോൾ 3 മിനിറ്റും കഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പിന്നെ ആശയം പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് 5 മിനിറ്റ് ഞാൻ പ്രസംഗിക്കുന്നുവെങ്കിൽ 2 മിനിറ്റോ 1.5 മിനിറ്റോ വരുന്ന ഒരു കഥ പറഞ്ഞാൽ മതി. പിന്നെ 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അതിന്റെ ആശയങ്ങളുടെ വിശകലനവും 1 മിനിറ്റ് അത് ക്രോഡീകരിക്കുവാൻ ആമുഖം പറയാൻ. അപ്പൊ ഒരു പ്രസംഗത്തിന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രസംഗത്തിന്റെ ആദ്യത്തെ മിനിറ്റും അവസാനത്തെ മിനിറ്റും നമുക്ക് ആരംഭവും ക്രോഡീകരണത്തിന് സമയം പോകും. പിന്നെ ഉള്ളത് 3 മിനിറ്റാണ്. 3 മിനിറ്റില് 1 മിനിറ്റ് മാത്രം ഒരു കഥ പറയുക, പരമാവധി 1.5 മിനിറ്റ്. 3 മിനിറ്റ് തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് നല്ല രീതിയിൽ ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം പ്രസംഗത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് കഥ പറച്ചിലല്ല, അത് ആശയത്തിന്റെ അവതരണവും ആ ആശയത്തെ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കലുമാണ്. അപ്പൊ അതാണ് പ്രസംഗത്തിന്റെ ലക്ഷ്യം. അത് നമ്മൾ മറക്കരുത്, കഥ പറച്ചിലല്ല. അപ്പൊ ഒരു പ്രസംഗത്തിൽ വന്നുകൊണ്ട് കുറെ കഥ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ചിലപ്പം കഥ പറയുമായിരിക്കും. യേശുക്രിസ്തു കഥ പറയുന്ന രീതി അവലംബിച്ചെങ്കിൽ തന്നെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ നമ്മൾ കഥ പറയുന്നത് ആശയത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കഥ പറയുന്നത് കഥ പറച്ചിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ജനങ്ങളെ രസിപ്പിക്കാൻ വേണ്ടിയല്ല. ആശയമാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് ജീവിതഗന്ധിയായിട്ട് അവതരിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഈ പ്രസംഗത്തിന് ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തതയാണ്, ആശയങ്ങളുടെ വ്യക്തത. ഇപ്പൊ ഞാൻ പറയുന്ന ആശയം എനിക്ക് വ്യക്തമല്ലെങ്കിൽ പറയാതിരിക്കുക. എനിക്ക് വ്യക്തമാകാത്ത ഒരു ആശയം അവതരിപ്പിക്കരുത്. ഞാൻ പലപ്പോഴും ഒക്കെ ഈ പ്രബന്ധങ്ങളൊക്കെ നോക്കുന്ന സ്റ്റുഡൻസിന്റെ പ്രബന്ധങ്ങളൊക്കെ നോക്കുമ്പോൾ ചില സമയത്ത് ഞാൻ സൈഡിൽ എഴുതി വയ്ക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ ബ്രദേഴ്സിന് അത് എഴുതി കൊണ്ടുവരുന്ന സ്റ്റുഡൻസിനോട് ചോദിക്കും. അപ്പൊ അവർ പറയും അത് ഞാൻ അവിടെ കണ്ട് എഴുതിയതാണ്. അപ്പൊ കണ്ട ആശയം എനിക്ക് ഇഷ്ടപ്പെട്ട് എഴുതി, പക്ഷെ എന്താണെന്ന് വ്യക്തമാകുന്നു. അത് എഴുത്തുകാരൻ വേറൊരു കോൺടെക്സ്റ്റ് എഴുതിയായിരിക്കും, അത് ഇവിടെ വരുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ല എന്ന് വരും. അതുകൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് മാത്രം എടുക്കുക. ഒരുപാട് നല്ല ആശയങ്ങൾ ചുറ്റുപാടും കാണും. ബൈബിൾ എടുത്ത് നോക്കുക, ബൈബിൾ എടുത്ത് മാത്രം നല്ല നല്ല ആശയങ്ങളാണ്. ആ നല്ല ആശയങ്ങളൊന്നും എനിക്ക് ഈ പ്രസംഗത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ ഞാനതൊരു ചൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വ്യക്തമാകുന്നത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു മാത്രം അവിടെ തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കും.
അതുകൊണ്ട് പ്രസംഗം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം കൂടെ അവതരിപ്പിച്ച് പ്രസംഗത്തെ കൂടുതൽ കലുഷമാക്കാതെ സെലക്ഷൻ നടത്തിക്കൊണ്ട് വ്യക്തമാകുന്നത് മാത്രം അവതരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. ഇനിയുള്ളത് ആവർത്തനമാണ്. പലപ്പോഴും നമുക്ക് ഈ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വരും. ഒരു പ്രധാനപ്പെട്ട ആശയം പറഞ്ഞിട്ട് ഉപേക്ഷിച്ച ആശയത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാന ആശയത്തെ ഒന്ന് ആവർത്തിച്ച് പറയുന്നത് നല്ലത് തന്നെയാണ്. രണ്ടാമത്തെ ആശയത്തിലേക്ക് പോകുമ്പോൾ അതിനെ ആദ്യത്തെ ഒന്ന് ആവർത്തിച്ചിട്ട് രണ്ടാമത്തേലേക്ക് പോകുന്നത് നല്ലത് തന്നെയാണ്. രണ്ടാമത്തെ പറഞ്ഞിട്ട് മൂന്നാമത്തേലേക്ക് പോകുമ്പോൾ രണ്ടാമത്തത് വീണ്ടും ആവർത്തിച്ച് പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ആവർത്തന വിരസതയിലേക്ക് നയിക്കരുത്. ഒരുപാട് പ്രാവശ്യം വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു തരം അസ്വസ്ഥതയും അസ്വാരസ്യവും അനുവാചകർക്ക് നേരിട്ട് വന്നു വരാം. അതുകൊണ്ട് നമ്മുടെ ആവർത്തനം വളരെ യുക്തിപൂർവമായ രീതിയിലായിരിക്കണം. ആവർത്തിക്കുന്നത് അനുവാചകർക്ക് ഒരിക്കലും ആവർത്തന വിരസത ഉണ്ടാകുന്ന രീതിയിലാകരുത്, മടുപ്പുണ്ടാകുന്ന രീതിയിലായിരിക്കരുത്. അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അടുത്തത്, നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ റെട്ടറിക് സ്റ്റൈൽ നമുക്കുണ്ടാകും, ഒരു പ്രസംഗ ശൈലി. ഇപ്പൊ പ്രസംഗ ശൈലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസംഗത്തിന്റെ ശൈലി നമ്മൾ ഓരോരുത്തർ രൂപപ്പെടുത്തുന്നതാണ്. അതിന് പ്രസംഗ ശൈലി, എന്താണ് എൻ്റെ പ്രസംഗത്തിന്റെ ശൈലി എന്നതിനെ കുറിച്ചുള്ള ശൈലി രൂപീകരണം ഞാനാണ് നടത്തേണ്ടത്. ഞാൻ എങ്ങനെയാ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നത്, ഏത് രീതിയിലാണ് എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ശൈലിയിലൂടെ അവതരിപ്പിക്കുക. വല്ലവരുടെ ശൈലി കൈ എടുത്തിട്ട് നമ്മുടെ ശൈലി ഇല്ലാതാക്കണ്ട. നമ്മുടെ ശൈലി നമ്മൾ എപ്പോഴും രൂപീകരിക്കണം. അപ്പൊ ഞാൻ എഴുതുന്ന വാക്കുകൾ, എഴുതുന്ന ആശയങ്ങൾ, ചില സമയങ്ങളിൽ ഞാൻ ഞായറാഴ്ച പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരുപാട് ആശയങ്ങൾ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ ആ പ്രസംഗമൊന്നും എടുക്കത്തില്ല. ഞാൻ എടുക്കുന്ന ആശയങ്ങൾ എനിക്ക് കൺവിൻസിങ് ആയ ആശയങ്ങളും എനിക്ക് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിഷയങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ ജർമ്മനിയിൽ ഞാൻ പോകുമ്പോൾ ഞായറാഴ്ച അവിടെ പ്രസംഗിക്കാറുണ്ട്. അവിടെ പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കളക്ട് ചെയ്തതിനു ശേഷം അതില് സെലക്ഷനാണ് നടക്കുന്നത്. മലയാളത്തിലാകുമ്പോൾ അല്പം കൂടെ എളുപ്പമാണ്. പക്ഷെ ജർമ്മനാകുമ്പോൾ നമുക്ക് ഭാഷ നല്ലവണ്ണം വശമല്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം എടുത്താണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഒത്തിരി സമയം എടുത്തുകൊണ്ട് ഈ കിട്ടിയ പ്രസംഗങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് എനിക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെലക്ഷൻ നടത്തിയിട്ടാണ് അത് ക്രമാനുഗതമായി ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ബിൽഡപ്പ് ചെയ്യാൻ കഴിയണം. അപ്പൊ ആ ശൈലിയിലായിരിക്കണം നമ്മുടെ പ്രസംഗത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അപ്പൊ അതിന് റെട്ടറിക് സ്റ്റൈൽ ഉപയോഗിക്കണം. റെട്ടറിക് സ്റ്റൈലിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആകർഷകമാകുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ രീതികൾ അവലംബിക്കാം. അതാണ് ഞാൻ പല തരത്തിലുള്ള അവതരണ രീതികൾ പറയുകയുണ്ടായി. അപ്പൊ അതിൽ ഇഷ്ടമുള്ളത് നമ്മൾ എടുത്തുകൊണ്ട് ആ റെട്ടറിക് സ്റ്റൈലിനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. അടുത്തത്, ഞാൻ ഓരോ ആശയം എഴുതുമ്പോഴും ഉപാശയങ്ങളിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകണം, ഈ കേൾക്കുന്ന ആളുകളിൽ ഒരു ജിജ്ഞാസ ഉണ്ടാകണം. ഇനി എന്ത് ചില കഥകൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ അത് കേട്ടങ്ങനെ അറിയാതെ ഇരുന്നു പോകും. അത്രയും മനോഹരമായ രീതിയിലാണ് കഥാവതരണം നടക്കുന്നത്. അതുപോലെ എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ വീണ്ടും ആൾക്കാർ കേൾക്കാനൊരു താല്പര്യവും ജിജ്ഞാസയും ഉണ്ടാകും. ആ ജിജ്ഞാസ അനുവാചകരിൽ ഉണർത്തുമ്പോഴാണ് പ്രസംഗത്തിന് വിജയം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് അത് പ്രചാരത്തിലല്ല, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത, നല്ല രീതിയിൽ ഞായറാഴ്ച പ്രസംഗം നടത്തി കഴിഞ്ഞ ആൾക്കാർ തന്നെ കൈയടിക്കും. അപ്പൊ അത് കേൾക്കുമ്പം അച്ഛന്മാർക്കും കൂടുതൽ ഉത്സാഹം തോന്നും. നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കത്തില്ല. എന്നിരുന്നാലും ആവേശത്തോടു കൂടി കൈയടിച്ച് ആളുകൾക്ക് ജിജ്ഞാസ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു അവതരണം നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കണം. അത് തീർച്ചയായിട്ടും നമ്മുടെ യുക്തിപരമായ ഒരു സമീപനം അതിനാവശ്യമായിട്ട് വരും. എന്നിട്ട് വേണ്ടി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ആവർത്തനത്തോടൊപ്പം തന്നെ ചുരുക്കി പറയുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയത്തെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അടുത്ത ആശയത്തിലേക്ക് പോവുക. അടുത്ത ആശയത്തെ ചുരുക്കി പറയുന്നത് നല്ലത് തന്നെയാണ്. ചുരുക്കി പറയുമ്പോഴും അത് അരോചകമാകാത്ത രീതിയിൽ ബോധപൂർവ്വം നമ്മൾ അടുത്തതിലേക്ക് പോകണം. അതിന് സഹായിക്കുന്ന രീതിയിലാണ് പ്രസംഗം നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ഇനി പ്രായോഗികമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഉറപ്പാകും. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളെ അത് പ്രായോഗികമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഉറപ്പ് എൻ്റെ ഈ പ്രസംഗ വിശകലനത്തിലും പ്രസംഗ ശൈലിയിലും ഉണ്ടായിരിക്കണം. അപ്പൊ പ്രായോഗികമാകുന്ന ഒരു കോണ്ടക്സ്റ്റ് ഉണ്ടാകണം. അല്ലാതെ അബ്സ്ട്രാക്ഷനായി കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അത് എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? എല്ലാ പ്രസംഗത്തിനും വേണ്ട ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. എന്താണ് അതിന്റെ പ്രായോഗികമായ ജീവിതത്തിൽ ചെയ്യാനുള്ളത്? അതിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ കേട്ട ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രായോഗികമായ ജീവിതത്തിൽ ചെയ്യേണ്ടത്? അതാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പൊ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പ്രസംഗത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. എല്ലാ പ്രസംഗങ്ങൾക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ പ്രസംഗം മനസ്സിൽ കാണുമ്പോൾ തന്നെ ഇതിലൂടെ എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നതിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കാണും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രസംഗത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി ഈ പ്രസംഗം നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈഡ് എടുത്ത് പ്രസംഗിക്കരുത്. ഞാൻ ഒരിക്കല് ഞങ്ങളുടെ രൂപതയിൽ, വർക്ക് ചെയ്ത രൂപതയിൽ
ഒരു ഇടവകയിൽ ധ്യാന പ്രസംഗത്തിന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോയി. അവിടെ 2 ഗ്രൂപ്പായിട്ട് സംഘർഷം നടന്ന് ഒരു ഗ്രൂപ്പ് പുറത്ത് അങ്ങനെയുള്ള വല്ലാത്തൊരു സ്ഥിതിയിലാണ് ഇടവക. അപ്പൊ അവിടെയാണ് ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ വന്ന് അച്ഛനടുത്ത് പറഞ്ഞു നമ്മൾ ഒരു സൈഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ അച്ഛൻ ഭവനസം നടത്തി അവിടെ കേട്ട നെഗറ്റീവ് കാര്യങ്ങൾ, മറ്റേ ഗ്രൂപ്പിനെതിരെയുള്ള കാര്യങ്ങൾ കേട്ടു, പ്രസംഗത്തിൽ പറഞ്ഞു. ആ പ്രസംഗത്തിൽ ഒരു സൈഡ് മാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റു സൈഡുകാരെല്ലാം കൂടെ അച്ഛൻ ഇറങ്ങിയപ്പോൾ അച്ഛൻ അടിക്കാൻ വേണ്ടി വളഞ്ഞു. ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പൊ പലപ്പോഴും പള്ളി പ്രസംഗമല്ല ഞാൻ പറയുന്നത്, ഏതൊരു ഓഡിയൻസിലെടുത്തും 2 തരത്തിലുള്ള ആശയങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുകയാണെങ്കിൽ പല രാഷ്ട്രീയ മനോഭാവമുള്ളവരാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകൾ കാണും. അതുകൊണ്ട് സൈഡ് എടുത്ത് പ്രസംഗിക്കരുത്. ഞാൻ ഒരു പൊതുവേദിയിൽ ചെന്നുകൊണ്ട് ഏതെങ്കിലും പാർട്ടിക്കോ ഏതെങ്കിലും ആശയത്തിനോ സൈഡ് ചെയ്യുന്ന രീതിയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി മുതിരരുത്. വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുക. അത് പലപ്പോഴും ആരെങ്കിലും ഒഫൻഡ് ചെയ്യുന്നുവെങ്കിൽ, ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അപ്രകാരമുള്ള പദപ്രയോഗങ്ങളും അപ്രകാരമുള്ള ആശയത്തിന്റെ വിശകലനങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഓഡിയൻസ് അതിന് പര്യാപ്തമല്ലെന്ന് മനസ്സിലാക്കുക. ഈ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കാം, പക്ഷെ പ്രസംഗം പറയുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയാനുള്ള ഒരു അവസരമില്ല. പ്രസംഗ സമയത്ത് പ്രസംഗം പറയുന്നത് കേട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അതേസമയം ക്ലാസ് നിങ്ങൾ എടുക്കുമ്പോൾ ക്ലാസ്സിന് ഉത്തരങ്ങൾ പറയുവാനും ചർച്ച ചെയ്യാനുള്ള ഒരു സ്കോപ്പുണ്ട്. ഇവിടെ ആ സ്കോപ്പില്ല. അതുകൊണ്ട് ഒരിക്കലും ഏതെങ്കിലും പക്ഷം പിടിച്ച് പ്രസംഗിക്കുന്ന രീതി അവലംബിക്കരുത്. നമ്മൾ പൊതുവായ രീതിയിലായിരിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം പ്രസംഗിക്കേണ്ടത്. ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും പ്രയാസമുണ്ടാകാതെ. ചില സ്ഥലങ്ങളിൽ ചില വാക്കുകളൊക്കെ അവർക്ക് ഒഫൻസീവ് ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ ചില ഫ്രേസിങ് അവർക്ക് പ്രയാസമായിരിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ അവരെ ഞാൻ ഓർക്കുന്ന ഞങ്ങളുടെ രൂപതയിൽ ഒരിക്കൽ ഒരു അച്ഛൻ പ്രസംഗിക്കാൻ പറഞ്ഞു. അച്ഛൻ തൃശ്ശൂർ ഭാഗത്തുള്ള അച്ഛന് അവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കൊണ്ടുവരികയാണ്. അപ്പൊ ആളുകളോട് അച്ഛന്റെ സംസാരത്തിൽ പറഞ്ഞ, നിങ്ങളൊക്കെ ഏത് ജാതിയാണെന്ന് എനിക്കറിയാം. അപ്പൊ ഈ തൃശ്ശൂർ ഭാഷയിൽ ജാതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാസ്റ്റ് അല്ല, ഏത് സ്വഭാവമുള്ളവരാണെന്ന് എനിക്കറിയാമെന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഉടനെ ആളുകളെല്ലാം കൂടെ ഞങ്ങളെ ജാതിക്ക് അച്ഛൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമായി. പിന്നെ സംഗതി കൂടുതൽ രൂക്ഷമായി. പലപ്പോഴും ആ ജാതി എന്നുള്ള പദത്തിന് കുഴപ്പമില്ല, പക്ഷെ ജാതി എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് ഉദ്ദേശിക്കുന്നത് ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിയൽ ജാതിയാണ്. അതേസമയം അച്ഛന്റെ നാട്ടില് ഈ ജാതി എന്ന് പറഞ്ഞാൽ ഏതൊരു തരത്തിലുള്ള എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് ഒഫൻസീവായ പദങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കിയിട്ടായിരിക്കണം നമ്മുടെ പ്രസംഗത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്. അപ്പം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ വാക്ക് എന്തെങ്കിലും രീതിയിൽ ഒഫൻസീവ് ആവാൻ തോന്നുമെങ്കിൽ തന്നെ അത് തന്നെ മാറ്റുക. അതിന് പര്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആശയം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു പ്രസംഗത്തിന് പോയി ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാക്കി ആകെ കലുഷിതമാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വസ്ഥമായിട്ട് അവതരിപ്പിച്ച് വരുന്നതായിരിക്കാം കൂടുതൽ നല്ലത്. യേശുക്രിസ്തു ചരിപ്പിക്കുകയുണ്ടായി, അത് വേറെ രീതിയിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ആളുകളെ ചോദ്യം ചെയ്ത് ചരിപ്പിക്കേണ്ട രീതിയിലല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മള് കെട്ടിപ്പടുക്കേണ്ടവരാണ്. അപ്പൊ വിഭാഗീയതയിലൂടെ അല്ല കെട്ടിപ്പടുക്കാൻ നടക്കേണ്ടത്. നമ്മൾ പരസ്പര പൂരകമാകുന്ന രീതിയിലാണ് കെട്ടിപ്പടുക്കാൻ നടക്കേണ്ടത്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട രീതിയിൽ കാണുക. പിന്നെ ഈ എഴുതുന്ന രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമിതമായ രീതിയിലുള്ള ആത്മപ്രശംസകളെല്ലാം ഒഴിവാക്കുക. ഇപ്പൊ എന്റെ വീരകൃത്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ പ്രവർത്തനങ്ങൾ, അപ്പൊ ഞാൻ അവിടെ പോയി അമേരിക്കയിൽ പോയി ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞെങ്കിൽ തന്നെയും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആത്മപ്രശംസ, അഹങ്കാരപരമായ സമീപനമൊക്കെ പ്രസംഗത്തിന്റെ ശൈലിക്ക് ചേർന്നതല്ല. അത് ലാളിത്യത്തിലേക്ക് നയിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പ്രസംഗത്തിൽ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 ചിന്തകളിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പുരോഹിത ശൈലി ഒഴിവാക്കുക. എന്താണ് പുരോഹിത ശൈലി? പുരോഹിത ശൈലി എന്ന് പറഞ്ഞാൽ ഉപദേശം കൊടുക്കുന്ന ശൈലി. അച്ഛന്മാരങ്ങനെയാണല്ലോ കൂടുതൽ ഉപദേശിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഉപദേശങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുക. അപ്പൊ ഉപദേശങ്ങൾ കേട്ട് ആളുകൾ മടുക്കാറുണ്ട്. അതുകൊണ്ടാണ് പള്ളിയിൽ പോയി പറയാന്ന് പറയും. പള്ളിയിൽ പോയി പറയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നടക്കൂല. അപ്പൊ അങ്ങനെ ഒരു ഫ്രേസ് തന്നെയുണ്ട്, പള്ളിയിൽ പോയി പറയാന്ന് പറഞ്ഞാൽ നടക്കൂല അത്. അപ്പൊ അങ്ങനെ നമ്മൾ പള്ളി പറഞ്ഞ് അത് നടക്കാത്ത ഒന്നാക്കി മാറ്റിയെടുത്തു. അപ്പൊ ഞാൻ ആൾക്കാർക്ക് പറയുന്നത് കത്തോലിക്ക പള്ളിയല്ല, അത് CSI പള്ളിയാണെന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പുരോഹിത ശൈലി ഒഴിവാക്കുക. പുരോഹിത ശൈലിയിലൂടെ നമ്മൾ ഉപദേശിച്ച് ആൾക്കാരെ നന്നാക്കുക എന്ന് പറഞ്ഞുള്ള ഒരു രീതി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റൊരു രീതി പ്രമാണ രീതി. പ്രമാണ കൽപ്പനകൾ കൊടുക്കുക, നിയമങ്ങൾ പറയുക, നിയമങ്ങളും കൽപ്പനകളും കൊടുത്ത് പ്രസംഗിക്കുക.
അപ്പൊ അതാണ് ചട്ടം, അതാണ് രീതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളല്ല. അപ്പൊ ഉപദേശ രീതിയും കൽപ്പന രീതിയും ഒരു പക്ഷേ ആൾക്കാർ അത്രയും സ്വീകരിച്ചൊന്നും വരും. അതുകൊണ്ട് പ്രമാണങ്ങൾ പറയുന്നത് പ്രമാണങ്ങൾ പറയേണ്ട എന്ന രീതിയിലല്ല, പ്രമാണങ്ങൾ പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു സൂക്ഷ്മത നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആജ്ഞാപിക്കുന്നത് നല്ലതല്ല. രാജകീയ ശാസനം പോലെ ആജ്ഞാപിക്കുക, അത് ചെയ്യണം, പ്രമാണം പറയുക, ആജ്ഞാപിക്കുക, ചെയ്യണം, നം നം നം. ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും നം 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 എന്ന് പറഞ്ഞു പോകും. അത് കാണണം, പോകണം, ചെയ്യണം, എണ്ണണം. അപ്പൊ ആ നം എന്നുള്ള പ്രയോഗം പ്രസംഗത്തിൽ അത്രയും ചേർന്നതല്ല. ഞാൻ എപ്പോഴും പറയുന്നത് നം നം എന്നുള്ളത് മാറ്റിയിട്ട് അങ്ങനെയാകുന്നതായിരിക്കും നല്ലത്, അത് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുന്നതിന് സഹായകമാകും. ഇങ്ങനെ പോസിറ്റീവായ രീതിയിൽ പറയുമ്പോൾ ആ പ്രസംഗത്തിന് അല്പം കൂടെ സ്വീകാര്യത കിട്ടും. അപ്പൊ നമ്മൾ അത് ചെയ്യണം എന്ന് പറയുമ്പോൾ ആജ്ഞാപനത്തിന്റെ ഒരു സ്വരം വരും. ആജ്ഞാപനത്തിന്റെ സ്വരം വരുമ്പോൾ ഇയാൾ ആരും ആജ്ഞാപിക്കുക എന്നുള്ളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നെഗറ്റിവിറ്റി വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആ ഒരു ആജ്ഞാപന ശൈലി പ്രസംഗത്തിൽ ഒഴിവാക്കുക. അപ്പൊ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശാസിക്കുന്ന രീതിയും, ശാസിക്കുക എന്ന് പറഞ്ഞാൽ ശപിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളൊക്കെ ശപിച്ചു പറയും, ചില ആളുകളൊക്കെ ശാസിച്ചുകൊണ്ട് പറയും, കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും. അപ്പൊ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന പ്രസംഗം ഒരിക്കലും നല്ലതല്ല. ഒരുപക്ഷെ നമുക്ക് അറിയാമെങ്കിൽ തന്നെയും, ഓഡിയൻസിനെ അറിയാമെങ്കിൽ തന്നെയും, അവർ വളരെ മോശ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ തന്നെയും ഒരു കാരണവശാലും ആരും കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അത് ഒരു സ്വാഭാവികമായ പ്രവണതയാണ്. എന്നോട് നിങ്ങൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു അസഹിഷ്ണുതയാവും ഉണ്ടാകും. അപ്പൊ അതുപോലെ എന്നോട് ആരെങ്കിലും കുറ്റം പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് പോലെ തന്നെ നമ്മളും കുറ്റപ്പെടുത്തി പറയുമ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് കഴിയുന്നതും പോസിറ്റീവായ രീതിയിലാണ് പ്രസംഗം അവതരിപ്പിക്കേണ്ടത്. ഒരിക്കലും ശാസിക്കരുത്, ശാസന ഒഴിവാക്കുക, ശപിക്കരുത്, ശാപം ഒഴിവാക്കുക. അപ്പൊ ശാപത്തോടു കൂടി നിങ്ങളുടെയൊക്കെ തലയിൽ ഇടി വീഴുന്നോണ്ട് പോട്ടെ, നിങ്ങളൊക്കെ അങ്ങനെ വരുവുള്ളൂ, നിങ്ങൾക്കൊന്നും ഗതി പിടിക്കത്തില്ല എന്നുള്ള ആ ഒരു സംസാര ഭാഷ ചില അച്ഛന്മാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് പാടില്ലെന്നാണ് ഞങ്ങളിവിടെ പഠിപ്പിച്ചു വിടുന്നത്. പക്ഷെ ചില അച്ഛന്മാർ അങ്ങനെയോ അത് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല രീതിയല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് ദേവാലയത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണം വേണം. അത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളിലേക്ക് നയിക്കുമ്പോൾ അത് അച്ഛൻ ശപിച്ചതുകൊണ്ടാണെന്ന് പറയാം, അല്ലെങ്കിൽ ലീഡർ പറഞ്ഞതുകൊണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ചിന്തയിലേക്ക് നയിക്കുകയും അത് അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ശാപവാക്കുകൾ, ശാസനവാക്കുകൾ, കൽപ്പനകൾ, ഉപദേശങ്ങൾ അതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് പ്രസംഗത്തിന്റെ സുതാര്യമായ വിശകലനത്തിന് നന്നായിരിക്കില്ല എന്നോർക്കുക. പൊതുവായി തുടങ്ങി വ്യക്തിഗതമായ ഒരു കോൺക്രീറ്റ് സിറ്റുവേഷനിലേക്ക് അവസാനിപ്പിക്കും. പ്രസംഗം എപ്പോഴും പൊതുവായിട്ട് ആരംഭിക്കുക. പൊതുവായിട്ട് ആരംഭിച്ചതിന് ശേഷം അത് ക്രമാനുഗതമായി ഡെവലപ്പ് ചെയ്ത് അതൊരു കോൺക്രീറ്റ് സിറ്റുവേഷനിലേക്ക് എത്തത്തക്ക രീതിയിൽ, അതാണ് പ്രായോഗികത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രമാനുഗതമായ വികസനം, വിശകലനമായിരിക്കും പ്രസംഗത്തിന് നല്ലത്. എപ്പോഴും പൊതുവായി ആരംഭിക്കുക, പൊതുവായി പറയുക, പൊതുവായി പറഞ്ഞ് ചില കോൺക്രീറ്റ് ഇഷ്യൂയിലൊക്കെ വന്ന് അത് സമാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇനി ഏറ്റവും സ്വീകാര്യമായ രീതി എന്ന് പറയുന്നത് പ്രവാചക രീതിയാണ്. അപ്പൊ പ്രവാചക രീതി എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാര് പഴയ നിയമത്തിൽ പ്രസംഗിച്ച രീതി വളരെയധികം ആകർഷകമാണ്. അതിനെ സോഷ്യൽ അനലൈസിങ് രീതി എന്നാ പറയുന്നത്, സാമൂഹ്യ അപഗ്രഥന രീതി. അപ്പൊ സാമൂഹ്യ അപഗ്രഥന രീതി എന്ന് പറയുന്നത്, നമ്മുടെ പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, പ്രവചിക്കുന്നവൻ എന്നുള്ളത് ഒരു ഡിറൈവ്ഡ് മീനിങ് ആണ്. പ്രവചിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല. പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നവൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രവാചകൻ ദൈവത്തിന്റെ സ്വരമാകുന്ന ആളാണ്. അപ്പൊ ദൈവത്തിന്റെ വക്താവാണ് ഒരു പ്രവാചകൻ എന്ന് പറയുന്നത്. ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാള് പോയി സമൂഹത്തിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന തെറ്റായ പ്രവണതകളൊക്കെ കാണും. അതിന്റെ വെളിച്ചത്തില് പറയും, നിങ്ങൾ പാപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കും. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾ നിങ്ങളെ അടിമകളാക്കും. ശത്രുക്കൾ നിങ്ങളെ അടിമകളാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിപ്രവാസത്തിന് പോകേണ്ടി വരും. നിങ്ങളുടെ നാട് ശൂന്യമാകും. കുട്ടികളും സ്ത്രീകളൊക്കെ പിടിക്കപ്പെട്ടു കൊണ്ടുപോകും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. ഇത് സാമൂഹ്യമായ അപഗ്രഥന രീതിയാണ്. അപ്പൊ സമൂഹത്തിന്റെ ജീവിതത്തെ അപഗ്രഥിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നാളത്തെ കുറിച്ച് പറയുന്നു. സമൂഹത്തെ അപഗ്രഥിച്ചുകൊണ്ട് വന്നു ചേരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ, നാളെ ഉണ്ടാകാൻ പോകുന്ന രീതി പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് സമൂഹത്തെ അപഗ്രഥിക്കുകയാണ്, സാമൂഹ്യ ജീവിതക്രമത്തെ അപഗ്രഥിച്ചുകൊണ്ട് പറയുകയാണ്. ഇതാണ് പ്രവാചക ശൈലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രസംഗങ്ങൾ അത് ഒരു നല്ല രീതിയായിരിക്കും. നമ്മുടെ സമൂഹത്തെ, ഇപ്പൊ ആരോഗ്യത്തെ കുറിച്ച് ഞാൻ പറയുക, ആരോഗ്യത്തെ കുറിച്ച് ഒരു പ്രസംഗം നടത്താൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ഇന്ന് കാണുന്ന ജങ്ക് ഫുഡുകളെ കുറിച്ച് എനിക്ക് പറയാം. അത് അപഗ്രഥിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള മാംസവും അതുപോലുള്ള
പല രീതിയിലും വീണ്ടും വീണ്ടും വേവിച്ച് കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ, ഷവർമ പോലുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ പല രീതിയിൽ നിങ്ങൾ ആരോഗ്യത്തെ ബാധിക്കും. അത് മരണത്തിലേക്ക് തന്നെ നയിക്കുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ ഞാൻ ഇന്ന് അപഗ്രഥിക്കുകയാണ്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപഗ്രഥിക്കുകയാണ്. എന്നിട്ട് ഇത് ഈ പോക്ക് പോയാൽ നാളെ നിങ്ങളുടെ ആരോഗ്യം നശിക്കും, നിങ്ങളുടെ പൈസയെല്ലാം ആ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും. ഈ ഒരു അവതരണം സാമൂഹ്യ അപഗ്രഥന അവതരണം. അങ്ങനെയുള്ള അവതരണങ്ങളൊക്കെ ഏറെ സമൂഹത്തിന് ഗുണം ചെയ്യും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് കൂടുതൽ ഉപദേശം നൽകാതെ, കൂടുതൽ കൽപ്പനകൾ നൽകാതെ, ആജ്ഞകൾ നൽകാതെ സാമൂഹ്യ ജീവിത പ്രശ്നങ്ങളെ അപഗ്രഥിക്കുക. സാമൂഹ്യ ജീവിത പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അതിന്റെ ഭവിഷ്യത്തുകൾ, അതിന്റെ വരുന്ന കാലഘട്ടത്തിലെ ദൂഷ്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ അപഗ്രഥന രീതിയിലൂടെ പ്രസംഗം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പ്രസംഗത്തിന് കൂടുതൽ ഫലമുണ്ടാകുന്നതിന് കാരണമാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പൊ അതുകൊണ്ട് ഈ പ്രവാചക രീതി നല്ലതാണ്, പുരോഹിത രീതി ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. രാജശാസ്ത്ര രീതി പ്രസംഗത്തിന് ചേർന്നതല്ല. അതുപോലെ തന്നെ പലരെ ശപിക്കുന്ന രീതിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ അപഗ്രഥന രീതിയും അതിലൂടെ ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രസംഗ ശൈലിയെ ആയിരിക്കണം ലക്ഷ്യമിക്കേണ്ടത്. ഇനി നിങ്ങൾക്കൊരു വിഷയം കിട്ടി, ഇമ്മീഡിയറ്റ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി പോകുന്നത്? ആദ്യം മനസ്സിൽ തോന്നുന്ന ആശയങ്ങളെല്ലാം എഴുതി വെക്കുക. ഒരു പ്രസംഗം, ഒരു ആശയം കിട്ടുക, ഇതാണ് എൻ്റെ വിഷയം, ആ വിഷയം ഞാൻ അവതരിക്കപ്പെടണം. അതുമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ, ഉപമകൾ, കഥകൾ, സംഭവങ്ങൾ ഒന്ന് നോട്ട് ചെയ്യും. അപ്പം കുറെ സാധനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരിക. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും നിങ്ങൾ വായിച്ച കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ഇതെല്ലാം പിറക്കി കൂട്ടിട്ട് ഇനിയാണ് അതിൽ നിന്ന് നമ്മൾ ചെത്തി മിനിക്കുക. ആദ്യം എല്ലാം എഴുതി വെക്കുക. രണ്ടാമത് ക്രമാനുഗതമായിട്ട് നോക്കുക. ക്രമാനുഗതമായിട്ട് ഇതിൽ എന്താണ് പ്രധാനപ്പെട്ടത്, എന്താണ് രണ്ടാമത് പ്രധാനപ്പെട്ടത്, എന്താണ് മൂന്നാമത് പ്രധാനപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യം ക്രമാനുഗതമായിട്ട് അതിനെ ക്രമീകരിക്കുക. മൂന്നാമത് വെട്ടിയൊരുക്കുക. ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുക. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആകർഷമാക്കിയാണല്ലോ പ്രസംഗം അവതരിപ്പിക്കേണ്ടത്. അതിന് സഹായിക്കുന്ന രീതിയിൽ വെട്ടിയൊരുക്കൽ ആവശ്യമാണ്. ഇപ്പൊ ഒരു ഗാർഡനർ എങ്ങനെയാണ് ഗാർഡനിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്? അവിടെ അനാവശ്യമായിട്ട് വളർന്നു നിൽക്കുന്ന ചെടികളുടെ ശിഖരങ്ങൾ കാണും. അപ്പൊ അയാൾ മനസ്സിൽ കാണാൻ ഇത് ഇങ്ങനെ വളർന്നു നിന്നാൽ ശരിയാവൂല, അതുകൊണ്ട് ഞാൻ വെട്ടിയൊരുക്കണം. ചില കളകൾ അവിടെ കാണും, അത് പറിച്ചു കളയണം. ഇങ്ങനെ അയാളെ മനസ്സിൽ കാണുകയാണ്. അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അതിനെ ക്രമീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ആശയങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. ഈ ആശയങ്ങളുടെ കൂമ്പാരത്തെ വെച്ചിട്ട് നിങ്ങൾ ഒരു ക്രമീകൃതമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ടായി. ഇനി അടുത്ത് ചെയ്യേണ്ടത് വെട്ടിയൊരുക്കലാണ്. അവിടെയാണ് ഒരു നല്ലൊരു പ്രസംഗത്തിന്റെ ഒരു കല രൂപപ്പെടുന്നു. ഈ വെട്ടിയൊരുക്കലിലാണ് കലയിരിക്കുന്നത്. നമ്മള് ഗാർഡനറിന്റെ പ്രത്യേകത വരുന്നത് എന്തുകൊണ്ടാണ്? അയാൾ എങ്ങനെയാണോ ആകർഷകമായ ഇതിൽ വെട്ടിയൊരുക്കുന്നത്, അതാണ് അതിന്റെ ആകർഷകത്വമായിട്ട് മാറുന്നത്. അതുപോലെ നമുക്ക് മുമ്പിലുള്ള ആശയങ്ങളെ നമ്മൾ അനുവാചകർക്ക് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിച്ച് വേണ്ടാത്തതിനെ മുറിച്ചു കളഞ്ഞ് വേണ്ടതിനെ മാത്രം ചേർത്ത് വെച്ച് നമ്മളൊരു പ്രസംഗത്തെ തയ്യാറായി കഴിയുമ്പോൾ ആ ഒരു പ്രസംഗത്തെയാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് കല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ആശയങ്ങളെ ക്രമീകരിച്ച് അവതരിപ്പിക്കാനുള്ള എനിക്കുള്ള കഴിവാണ് കല. ആ കഴിവാണ് ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ആ കഴിവ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തണം. ആശയങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കണം, കൊണ്ടിടണം, അത് സെലക്ട് ചെയ്യണം, ബോധപൂർവം ജാഗ്രതയോടെ വായിക്കണം, വായിച്ചിട്ട് സൂക്ഷ്മമായിട്ട് അത് അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ അവസാനത്തെ രീതിയിൽ ഒരു പ്രസംഗം തയ്യാറാക്കി. ആ പ്രസംഗം തയ്യാറാക്കിയിട്ട് വീണ്ടും ഞാൻ അതിന്മേൽ അതാണ് ആശയം എന്നതിനെ കുറിച്ച് വീണ്ടും ഒരു ഹോംവർക്ക് ചെയ്യണം. വീണ്ടും അതൊന്നുകൂടെ നോക്കിയിട്ട് ഇത് കൊള്ളാം എന്ന് എനിക്ക് തന്നെ മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കിയിട്ട് മാത്രം അത് പഠിച്ച് പ്രസംഗിക്കുക. അപ്പൊ എനിക്ക് സംതൃപ്തി തരാത്ത ഒരു പ്രസംഗം അവതരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ പ്രസംഗത്തിന് എനിക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ അപ്പൊ വേണ്ട, പിന്നെ ദിവസം പ്രസംഗിച്ചാൽ മതി. മാറ്റിവെക്കുന്നത് നല്ലതല്ലെങ്കിലും ഞാൻ പറയുന്നത് ഈ അവസാനത്തെ ഘട്ടത്തിലേക്കാണ്. സാഹചര്യം കിട്ടുമ്പോൾ ഉപയോഗിക്കണമെങ്കിൽ തന്നെയും നമ്മൾ ഇതിനുള്ള ഒരു പ്രസംഗത്തിന്റെ പാഠവും വളർത്തിയെടുക്കുവാൻ വേണ്ടി ഈ ഒരു സ്റ്റേജ് നമ്മളിവിടെ കടന്നു. അതാണ് കലാരൂപീകരണം. അപ്പം പ്രസംഗ കല രൂപപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രയത്നത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ പ്രസംഗത്തിന്റെ ബോഡി നമുക്ക് വഴങ്ങി വരണം. പ്രസംഗത്തിന്റെ ബോഡി നമുക്ക് വഴങ്ങി വരണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പ്രസംഗത്തിന്റെ വെട്ടി ഒരുക്കല് നല്ല രീതിയിൽ നടത്തണം. എങ്കിൽ മാത്രമേ അത് മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ആദ്യകാലങ്ങൾ ഞാൻ പറയും എല്ലാം നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. എനിക്ക് ഒരുപാട് പ്രസംഗത്തിന്റെ ശേഖരണങ്ങളുണ്ട്. പണ്ട് മുതലേ ഞാൻ പ്രസംഗ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ചില പള്ളികളിൽ സ്ഥിരം വിളിക്കും. അപ്പൊ കഴിഞ്ഞ വർഷം വിളിച്ച പള്ളി തന്നെ ഇപ്പോഴും വിളിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം പ്രസംഗിച്ചത് ഇവിടെ പ്രസംഗിക്കാൻ പാടില്ലല്ലോ ഈ വർഷം. അപ്പൊ ഞാൻ പണ്ട് പോയി പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവിടെ കഴിഞ്ഞ വർഷം ഇന്നതാണ് അവിടെ പ്രസംഗിച്ചത്, അപ്പൊ ഇവിടെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലായിരിക്കും അടുത്ത വർഷം പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോഴ് അങ്ങനെ പോകാറില്ല, കുറച്ച് മാത്രമല്ല. പണ്ട് ഞാൻ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കുമ്പോൾ എല്ലാ വർഷവും തിരുനാളുകളിലും എല്ലാ പള്ളികളിലും വിളിക്കും. അപ്പൊ എല്ലാ പള്ളികളിലും പോകുന്ന സമയത്ത് എനിക്കറിയാം കഴിഞ്ഞ വർഷം ഞാൻ ഇന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചത്, അപ്പൊ ഈ വർഷം വേറെ അവതരിപ്പിക്കണം തന്നെ മനസ്സിൽ കാണും. അതനുസരിച്ചായിരിക്കും പ്രസംഗത്തിൽ ഒരുങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസംഗത്തിന്റെ ശേഖരണം നമുക്ക് ഒരുക്കി വെച്ചതുണ്ടെങ്കിലും ഏതൊരു അവസരത്തിലും നിങ്ങളുടെ ലീഡർഷിപ്പിൽ വളരുമ്പോൾ അവസരം കിട്ടുമ്പോൾ പറയാൻ പറ്റും. അത് എഴുതി വെക്കുന്നത് മനസ്സിൽ കാണും, എപ്പോഴും കാണും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ പ്രസംഗം നോക്കിയിട്ട് പോയാൽ മതി. അപ്പൊ നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ കാണും. നമ്മൾ എഴുതിയതാണ്, നമ്മൾ ഒരുങ്ങിയതാണ്, നമ്മൾ ഒരുക്കമുള്ളവരാക്കി തീർന്നതാണ്. അത് നമ്മുടേതാണ്, മറ്റുള്ളവരുടേതല്ല. ആ മറ്റുള്ളവരുടെ അല്ലാത്തതുകൊണ്ട് എന്റേതാണ്, അത് എനിക്ക് അഭിമാനത്തോടും കൺവിക്ഷനോടും കൂടി പറയാൻ കഴിയും. ഇങ്ങനെയുള്ള പ്രസംഗ സമ്പത്ത് നമുക്കുണ്ടാകും. ആ ഒരു പ്രസംഗ സമ്പത്തില്ലെങ്കിൽ ഒരിക്കലും നല്ല പ്രസംഗകനാകാൻ കഴിയുകയില്ല എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് പ്രസംഗ കുറിപ്പിലൂടെ വരേണ്ടത് ഞാൻ അടുത്ത ആഴ്ച പറയാം. പ്രസംഗ കുറിപ്പുകൾ തയ്യാറാക്കുക. ഇത് ഒരു സാധാരണ പ്രസംഗത്തിന്റെ ബോഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ സഹായിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കിട്ടുന്ന ആശയങ്ങളെല്ലാം ശേഖരിക്കുക, അത് ക്രമീകരിക്കുക, എന്നിട്ട് വെട്ടി മുറിക്കേണ്ടതും ചേർക്കേണ്ടതുമായ കാര്യങ്ങൾ ചേർക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് അവതരിപ്പിക്കുക, എന്നിട്ട് തുടക്കം അവസാനവും നോക്കുക. അപ്പൊ തുടക്കം അവസാനം പിന്നീട് ചിന്തിച്ചാൽ മതി. അല്ലാതെ ആദ്യമേ തുടക്കം എങ്ങനെ ആയിരിക്കണം, അവസാനം എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കണം. നമ്മുടെ വിഷയം അവതരിപ്പിച്ച് നമ്മൾ പ്രസംഗത്തെ തയ്യാറാക്കിയതിനു ശേഷം മാത്രം ആരംഭവും അവസാനവും നമ്മൾ കുറിച്ചാൽ മതി. അല്ല ആരംഭം അവസാനം നമ്മൾ കുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതില് ഞാൻ ഒരു സയന്റിഫിക് രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രസംഗത്തിന്റെ ഗാത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത്. അതിന് സഹായമാകുന്നതായിരിക്കണം ആമുഖം, അതിന് സഹായമാകുന്നതായിരിക്കണം ക്രോഡീകരണം. അപ്പൊ ആമുഖവും ക്രോഡീകരണവും ഈ ഗാത്രത്തെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലാകുമ്പോൾ മാത്രമേ പ്രസംഗം കഴിയുമ്പോൾ എന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തങ്ങി നിൽക്കുകയുള്ളൂ, കേൾക്കുന്നവന്റെ മനസ്സിൽ. അല്ലെങ്കിൽ പ്രസംഗം ഒന്നായിരുന്നു, എന്താ പ്രസംഗിച്ചത് അറിയില്ല, ഇങ്ങനെ പറയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പ്രസംഗിക്കുന്നത് നമ്മൾ എപ്പോഴും ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രസംഗിക്കുന്ന സമയത്ത് എന്തിനാണ് ഞാൻ പ്രസംഗിക്കുന്നതിനെ കുറിച്ച് ചോദ്യം എനിക്കുണ്ടാകും. എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ പ്രസംഗിക്കുന്നത് മോട്ടിവേഷന് വേണ്ടിയാണോ, ബോധിപ്പിക്കാൻ വേണ്ടിയാണോ? ഞാൻ പ്രസംഗിക്കുന്നത് പ്രചോദിപ്പിക്കാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ്? ഞാൻ പ്രസംഗിക്കുന്നത് വിനോദിപ്പിക്കാൻ വേണ്ടിയാണ്? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചായിരിക്കണം പ്രസംഗം ഒരുങ്ങേണ്ടത്. ആ ഒരുങ്ങിയ പ്രസംഗം തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് പ്രസംഗത്തിന് സ്വീകാര്യത ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുക. ഇനി ഒന്നിന്റെ ചിന്തയോടൊപ്പം ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രസംഗം നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കൃത്യതയും വ്യക്തതയും ആശയങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായിരിക്കണം ആശയങ്ങൾ, ആശയങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണം. നിഗൂഢമായ ആശയങ്ങൾ ഒഴിവാക്കിയിട്ട് വ്യക്തതയും വ്യക്തതയും കൃത്യതയും സുതാര്യവുമായ രീതിയിലായിരിക്കണം നമ്മുടെ പ്രസംഗത്തിന്റെ കാര്യങ്ങളൊക്കെ. കൃത്രിമത്വം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്വാഭാവികതയിലൂടെ പ്രസംഗം അവതരിപ്പിക്കുക. എന്റെ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ അവിടെ കൃത്രിമത്വം കാട്ടിയിട്ട് ഞാൻ വലിയ ആളാകാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്നില്ലാത്ത ഗുണങ്ങൾ ഞാൻ അവലംബിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് ഞാൻ രാജാവാകേണ്ട, വലിയ ആളാകേണ്ട ആവശ്യമില്ല. നമ്മുടേതായ ശൈലി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടേതായ രീതിയിൽ എളിമപ്പെട്ടുകൊണ്ട് പ്രസംഗത്തെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു എളിമ നിറഞ്ഞ മനോഭാവത്തോടു കൂടി പോയി കഴിഞ്ഞാൽ കൃത്രിമത്വം ഒഴിവാക്കിയിട്ട് പ്രസംഗത്തിന് നമുക്ക് ശക്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വൈരുദ്ധ്യങ്ങൾ പാടില്ല. ഞാൻ എഴുതുന്ന ആശയങ്ങൾ ഒരാശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളല്ല രണ്ടാമത് വരേണ്ടത്. പലപ്പോഴും കോൺട്രഡിക്ഷൻസ് ഓഫ് ഐഡിയാസ് വരാറുണ്ട്. അപ്പൊ കോൺട്രഡിക്ഷൻസ് ഓഫ് ഐഡിയ പ്രസംഗത്തെ നശിപ്പിക്കുന്നതിന് കാരണമായിട്ട് മാറും. ഒരിക്കലും ഞാൻ പറഞ്ഞതിനെ എതിർക്കുന്ന രീതിയിലുള്ള കോൺട്രഡിക്ഷൻ പ്രസംഗത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സമയം ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് സംഭരിച്ച് പറയാം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പരിശ്രമിച്ചത് പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതിനെ കുറിച്ചാണ്. അപ്പൊ പ്രസംഗത്തിന്റെ ബോഡി, ഗാത്രം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ പ്രസംഗത്തിൽ നമ്മൾ ആശയങ്ങളെ കിട്ടുന്നതെല്ലാം വയ്ക്കുക. വച്ചതിന് ശേഷം അതിൽ നിന്ന് സെലക്ഷൻ നടത്തുക. സെലക്ഷൻ നടത്തിയിട്ട് അതിനെ വെട്ടിയൊരുക്കി അത് പരുവപ്പെടുത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കണം, ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾ മാറ്റിവെക്കണം, കൺഫ്യൂസിംഗ് ആയ കാര്യങ്ങൾ മാറ്റിവെക്കണം, വ്യക്തത പകരുന്ന സുതാര്യതയുള്ള ലാളിത്യമാർന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രസംഗം തയ്യാറാക്കുക.
അങ്ങനെ ഒരു പ്രസംഗം, ഫുൾ പ്ലെഡ്ജ് പ്രസംഗം നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് ഒരു പ്രസംഗകന്റെ മുതൽക്കൂട്ടാണ്, അവന്റെ ആസ്തിയാണ്. എന്റെ ആസ്തി, ഒരു പ്രസംഗകൻ എന്ന രീതിയിൽ എന്റെ ആസ്തി എന്താ? എന്റെ പ്രസംഗങ്ങൾ തന്നെയാണ്. അപ്പൊ എന്റെ പ്രസംഗങ്ങൾ എന്റെ ആസ്തിയായിട്ട് മാറത്തക്ക രീതിയിൽ എനിക്കൊരു ആസ്തി ഉണ്ടായിരിക്കണം. ആ ആസ്തിയിൽ നിന്നുകൊണ്ടായിരിക്കണം ഞാൻ പ്രസംഗത്തിലേക്ക് നടന്നു വരേണ്ടത്. അങ്ങനെ നടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസംഗ ശൈലി അവലംബിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രീതിയിൽ നിങ്ങളുടെ പ്രസംഗത്തിന്റെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രസംഗരായിട്ട് നിലനിൽക്കുവാനും സദസ്സിന്റെ ആദരവ് പിടിച്ചു പറ്റുവാനും കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പൊ അതിന് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ച ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രസംഗത്തിന്റെ കുറിപ്പുകൾ തയ്യാറാക്കേണ്ട വിധവും പിന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതായിരിക്കും പ്രധാനമായിട്ട് അടുത്ത ആഴ്ച പറയാൻ വേണ്ടി പോകും. താങ്ക് യു. അസൈൻമെന്റ് കൂടെ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പുസ്തകത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു. പുസ്തകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും പ്രസംഗം എഴുതാൻ പറ്റിയില്ല എന്ന് പറയുകയുണ്ടായി. ദയവേത് പുസ്തകങ്ങൾ വായിക്കുക. ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പെരുമ്പടത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ലളിതമാണ്, ആകാംക്ഷ നിലനിർത്തുന്നതാണ്, അത് മനോഹരമായ ഒരു പുസ്തകമാണ്. അപ്പൊ വായിച്ചിട്ടില്ലാത്തവർ ആ പുസ്തകമെങ്കിലും വായിച്ച് പിന്നെ പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതല്ലെങ്കിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് കസാൻ സാക്കിസ് എഴുതിയ മനോഹരമായ മലയാളത്തിലുള്ളത് മനോഹരമായ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, അത് വായിച്ചു തീർക്കും. അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ മനോഹരമായ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ്. അപ്പൊ ആ പ്രസംഗം അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു പ്രസംഗം തയ്യാറാക്കുകയാണെങ്കിൽ ഒരു ആശയം ഇതാണ്: സമ്പത്ത്, നിധി നിന്നിൽ തന്നെയുണ്ട്, നിധി അന്വേഷിച്ച് പലയിടത്തും പോകണ്ട. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയത്തെ ആസ്പദമാക്കി മനോഹരമായിട്ട് പ്രസംഗിക്കാൻ പറ്റും. ഇങ്ങനെ എന്തെല്ലാം മനോഹരമായ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ വായിച്ച് സ്വന്തമായിട്ട് ആശയങ്ങൾ പെറുക്കിയെടുത്ത് അത് പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു കലയാണ്. അതിന് ശ്രമിക്കണം. വീഡിയോയും ഈ ക്ലിപ്പിങ്ങുകളും മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രസംഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. വായനയോടെ മാത്രമേ നല്ല ഏകാഗ്രമായ പ്രസംഗങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അടുത്ത ആഴ്ച നമ്മൾ വിഷയമായിട്ട് പ്രസംഗിക്കാനുള്ള വിഷയമായിട്ട് പറയുന്നത് ഒരു സിനിമയുടെ ഒരു നിരൂപണമാണ്. നിങ്ങൾ കണ്ട ഏറ്റവും നല്ല മൂല്യമുള്ള സിനിമ, ഏതെങ്കിലും സിനിമയല്ല, കച്ചവട സിനിമയല്ല, മൂല്യമുള്ള ഒരു സിനിമ, അതിന് ആസ്പദമാക്കി ഒരു ആസ്വാദനം തയ്യാറാക്കി പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക. അപ്പൊ മൂല്യമുള്ള നിങ്ങൾ കണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, അതിന്റെ ആസ്വാദനം പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക. അതാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ, ഈ ആഴ്ചത്തെ അസൈൻമെന്റ്. അതിലെല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കും. നന്ദി. നന്ദി ബഹുമാനപ്പെട്ട അച്ഛ. ഒരു പ്രസംഗം എങ്ങനെ കാര്യക്ഷമമായി അവതരിപ്പിക്കാം എന്നതിനെ കുറിച്ച്, പ്രത്യേകിച്ച് ആശയങ്ങൾ ക്രോഡീകരിക്കുന്നതിനെ കുറിച്ചും ഒരു പ്രസംഗത്തിലെ പ്രധാന ആശയങ്ങൾ ഉപവിഷയങ്ങളുമായി എങ്ങനെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാം എന്നതിനെ കുറിച്ചും അനുവാചകരിൽ എങ്ങനെ നമുക്ക് ജിജ്ഞാസ ഉളവാക്കാം എന്നതിനെ കുറിച്ചും, പ്രസംഗം എന്നത് വെറും കഥ പറച്ചിൽ മാത്രമല്ല, ആശയം വേണം, വൈകാരിക ഭാവം വേണം, പക്ഷെ രണ്ടും ബാലൻസ്ഡ് ആയി പോകണം എന്നതിന്റെ ആവശ്യകതയെ കുറിച്ചും, നമ്മുടേതായ ഒരു പ്രസംഗ ശൈലി രൂപപ്പെടുത്തി എടുക്കുന്നതിനെ കുറിച്ചും, പക്ഷം ചേരലുകൾ ഒഴിവാക്കി വസ്തുനിഷ്ഠമായി ആശയങ്ങൾ അവതരിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും, ശാപവും ശാസ്ത്രയും ഒഴിവാക്കി പോസിറ്റീവ് ഭാഷ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും, സാമൂഹിക അപഗ്രഥന രീതി അവലംബിക്കേണ്ടതിനെ കുറിച്ചും, കൃത്രിമത്വം ഒഴിവാക്കി കൃത്യതയും വ്യക്തതയും വരുത്തി പ്രസംഗിക്കുന്ന തരത്തിൽ, നമ്മുടെ പ്രസംഗങ്ങൾ ആക്കുന്ന തരത്തിൽ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അച്ഛനിൽ നിന്ന് ലഭിച്ചു. ശരിക്കും അച്ഛൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാനൊരു പ്രസംഗ വേദിയിലൂടെ ഒരു കടന്നു പോവുകയായിരുന്നു, ഒരു വേദി അഭിമുഖീകരിച്ചുകൊണ്ട് അച്ഛന്റെ വാക്കുകളിലൂടെ വെട്ടി ഒരുക്കലിലൂടെ. അങ്ങനെ അച്ഛന്റെ വാക്കുകൾ നേതൃനിരയിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. നന്ദി അച്ഛ. ഇനിയുള്ള 5 മിനിറ്റ് സംശയ നിവാരണത്തിനുള്ള സമയമാണ്. നമ്മൾ ഇന്ന് കേട്ട ക്ലാസ്സുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ചിന്തകളും വ്യക്തമായ ചോദ്യങ്ങളിലൂടെ ഹ്രസ്വമായി നമുക്ക് പങ്കുവെക്കാം. 1 or 2 പേർ മുന്നോട്ട് വരിക. കൈ പൊക്കിയിട്ടുണ്ട്, വിളിക്കാമോ? പറഞ്ഞോളൂ. ഇപ്പോ നമ്മുടെ ഇവിടെ പോകുമ്പോൾ എന്റെ ജീവിത അനുഭവത്തിൽ അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ നേരിട്ട ചില ദൂഷ്യവശങ്ങൾ, എന്റെ സ്വഭാവത്തിൽ വന്ന ചില ദൂഷ്യവശങ്ങൾ
ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെ പരിഹരിക്കാൻ സാധിച്ചു, അങ്ങനെയൊക്കെ നമുക്ക് ചെറുത് രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഈ നമ്മുടെ സ്വഭാവത്തിന് മോശപ്പെട്ട കാര്യങ്ങൾ പൊതുവായിട്ട് പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ല. ഞാൻ തിന്മറിഞ്ഞ ജീവൻ നയിച്ചു, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ ഞാൻ പുതിയ മനുഷ്യനായിട്ട് മാറിയെന്ന് പറയാം. എന്തൊക്കെയായിരുന്നു മോശമായ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പച്ചയ്ക്ക് പോകുന്നത് ഒരു പക്ഷേ നല്ലതായിരിക്കും തോന്നുന്നില്ല. നമുക്ക് പൊതുവായിട്ട് പറയാം, ഒരിക്കലും പ്രയാസം ഉണ്ടാകാത്ത രീതിയിലും നമുക്ക് വ്യക്തി കളങ്കം ഉണ്ടാകാത്ത രീതിയിൽ. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഒരു കുറവുകളൊക്കെ ഉണ്ട്, പരിപൂർണമായിട്ട് ആരും ഇല്ലെന്നാണ് വിശുദ്ധ അഗസ്റ്റിനസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ കുറവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ആദരവ് കിട്ടുന്നുള്ള പ്രതീക്ഷ നല്ലതല്ല. നമുക്ക് അതൊരു പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന ഒന്നായിരിക്കും, അല്ലാതെ നെഗറ്റീവായിട്ട് കംപ്ലീറ്റ്. നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ പ്രസംഗത്തിൽ, കഴിയുന്നതും നെഗറ്റിവിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. അല്ലാച്ച മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അതങ്ങനെ തീർച്ചയായിട്ടും മദ്യപാനി ആയിരുന്നെങ്കിൽ മദ്യത്തിലൂടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. അത് ആ വിഷയം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ നടത്തിയ നാശം നമ്മളതിന്റെ അത് കുഴപ്പമില്ല. പക്ഷേ കള്ളം പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ ഒരുപാട് ദുരൂക്ഷമായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദ്യത്തിന്റെ വശമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തീർച്ചയായിട്ടും പറയുന്ന കുഴപ്പമില്ല. മദ്യവും മയക്കുമരുന്നിനെ കുറിച്ച് പറയാം, കുഴപ്പമില്ല. തീർച്ചയായിട്ടും ആരോഗ്യപരമായ കാര്യങ്ങൾ പറയുന്നത് കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അത് പറയുമ്പോൾ അതിനെ പർവ്വതി കഴിച്ച് കാണിക്കുക, അത് നമ്മുടെ പോസിറ്റീവിലേക്ക് വരിക. ഇങ്ങനെ ഉണ്ടാക്കാൻ ദൂഷ്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കുണ്ടായ ഫലങ്ങൾ അതായിരിക്കണം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് മറ്റേതിനേക്കാൾ. ഓക്കെ, താങ്ക് യു. അച്ഛാ, ഞാൻ ചോദിച്ചോട്ടെ? എന്റെ സംശയം വേറൊന്നുമല്ല. ഈ ആസ്വാദനം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ പറയാം എന്നുള്ളത്. ആസ്വാദനം എന്ന് വെച്ചാൽ എന്താന്ന് അത്ഭുതപ്പെടുന്ന ചിലരുണ്ടാവേ, അതൊന്ന് പറയണേ അച്ഛാ. ചിലര് വിചാരിക്കും നമ്മൾ വായിക്കുന്ന കഥ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അപ്പൊ അത് എന്താണെന്നൊന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്താലേ. പിന്നെ ഈ ചോദ്യം തീർക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് ചേട്ടന്റെ ഉഗ്രൻ ടോപ്പിക്കാണ് ഇനി വരുന്നത്. സിനിമയില് കള്ളുകുടിയന്മാരുടെ പടം ഉണ്ട്. ആ കള്ളുകുടിയന്മാരുടെ പടം കണ്ടിട്ട് ഫ്രാൻസിസ് ചേട്ടന്റെ ജീവിതവും സിനിമയും എല്ലാം കൂടെ ചേർത്ത് ഒരു പ്രസംഗം അങ്ങ് അവതരിപ്പിച്ച സൂപ്പർ ആയിരിക്കും. ഓക്കെ അച്ഛാ, ഇനി ഗ്രിഗറി അച്ഛനിലേക്ക്. താങ്ക് യു. ഓക്കെ, ഈ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അപ്രൈസൽ എന്താണ്? അതായത് നമ്മളൊരു പുസ്തകം വായിക്കുകയാണ്, പുസ്തകം വായിക്കുമ്പോൾ ആദ്യം ഒബ്ജക്റ്റീവായിട്ട് ഈ പുസ്തകത്തിന്റെ സമ്മറി 2-3 സെൻസിൽ പറയാം. ഞാൻ പറഞ്ഞത് ഉദാഹരണം അൽക്കമിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ടത് എന്നുള്ളത് സ്വന്തം ജീവിതത്തിലുള്ള നിധി കണ്ടെത്തലാണ്. അപ്പൊ ആ ഒരു പുസ്തകത്തിന്റെ കാതലായ സന്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത് അതിന്റെ അവതരണത്തെ കുറിച്ച് ഞാൻ പറയാണ്. ഇപ്പൊ എങ്ങനെയാണ് ആ അന്വേഷകൻ യാത്രയിലൂടെയായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്നത്, എന്നിട്ട് എങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്നുള്ള കാര്യം വിശകലനം ചെയ്യുന്നു. കഥാതന്തു, അതിന്റെ യാഥാർത്ഥ്യങ്ങളുടെ അവതരണം, അതിനുശേഷം അതിന്റെ പോസിറ്റീവ്, ഇത് അതിന്റെ റെലവൻസ് എന്താണ്, അതിന്റെ ഒരു പക്ഷേ കുറവുകളുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ്, അത് അത്രയും മതി ഒരു ആസ്വാദനം. അപ്പൊ പ്രധാനമായിട്ട് ആദ്യം വേണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട കഥാതന്തു ചുരുക്കി അവതരിപ്പിക്കുക, വളരെ ചുരുക്കി. എന്നിട്ട് അതിന്റെ യാത്രയുടെ വിവരണം ചെറുതായിട്ട് കൊടുക്കുക, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി. എന്നിട്ട് അതിൽ കാണുന്ന പോസിറ്റീവ്സ്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ കൂടുതൽ പോസിറ്റീവ് ആയിരിക്കും. ആ പോസിറ്റീവ് എലമെന്റ്സ് എന്താണെന്ന് പറയുക. എന്നിട്ട് ഈ കഥ ഇങ്ങനെയായിരുന്നെങ്കിൽ അപ്പം കൂടെ മെച്ചപ്പെട്ടേന് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇതും കൂടെ എല്ലാം കൂടെ ചേരുമ്പോഴാണ് ആസ്വാദനം എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ആസ്വദിച്ചത്, അതാണ് ആസ്വാദനം. അപ്പൊ ആസ്വദിക്കുന്നതിന് അതിന്റെ കഥയുണ്ടായിരുന്നു, വിവരണം ഉണ്ടായിരുന്നു, അതിന്റെ പോസിറ്റീവ് ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു, അതിന്റെ നെഗറ്റീവ് ഡയമെൻഷൻ, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതിന്റെ ആസ്വാദനമാണ്. ഓക്കെ, താങ്ക് യു അച്ഛാ. ഓക്കെ. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെയും ഈ പരിശീലനത്തിന്റെ ലക്ഷ്യങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഉപസംഹാര പ്രസംഗം നടത്താനായി ശ്രീ ജെറാൾഡ് മൗറലിയസ് സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഗിരിഗരിച്ച ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഹിസൈനസ് അബ്ദുള്ളയിലെ ഒരു സീനാണ്. അതിനകത്ത് മോഹൻലാലും സംഗീത കച്ചേരി നടത്തുമ്പോഴേ കൈതപ്പുറമായിട്ട് മത്സരമുണ്ട്. അതിനകത്ത് മോഹൻലാൽ പാടിക്കഴിയുമ്പോൾ കൈതപ്പുറം പറയുന്നുണ്ട്, ഇതിലും മേലെ എനിക്കിനി ഒന്നും പാടാനില്ല എന്ന് പറഞ്ഞതുപോലെ പ്രസംഗത്തിന്റെ എല്ലാ പടങ്ങളും അതിൽ രത്ന ചുരുക്കമായി ഭംഗിയായി അവതരിപ്പിച്ച ഗിരിഗരിച്ചനെ പറഞ്ഞതിന്റെ മേലെ എനിക്ക് യാതൊന്നും പറയാനില്ല. കാരണം അത്ര ഭംഗിയായിട്ടാണ് അച്ഛൻ എല്ലാം പറയുന്നത്.
അച്ഛന് നമ്മുടെ പഴയ സംഗീതത്തിലൊക്കെ പറയുന്നത് പോലെ ഒരു സാഗരമാണ്. ആ സാഗരത്തിന്റെ എല്ലാം എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് അത്ഭുതപ്പെടാറുണ്ട്. കാരണം അത്ര ഭംഗിയായി തുടക്കം മുതലേ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ ആരംഭിക്കണം, ഘടന എങ്ങനെ ആയിരിക്കണം, അവസാനം എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്വരരാഗ ഗംഗാ പ്രവാഹമേ എന്ന അച്ഛനെ ഒന്ന് പുകഴ്ത്താനാണ് തോന്നുന്നത്. ഗിരിഗിരീശനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഈ സെഷൻ തുടങ്ങിയതിനു ശേഷമാണ് അച്ഛന്റെ പ്രസംഗങ്ങൾ ഓരോന്ന് കേൾക്കുന്നത്. അപ്പോഴാണ് പ്രസംഗത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടും പെട്ടെന്ന് എനിക്ക് മനസ്സ് തോന്നിപ്പോയി, എല്ലാ അച്ഛന്മാരും ഇങ്ങനെ ആയിരുന്നെങ്കിലും. കാരണം അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, പുരോഹിത രീതി അവലംബിക്കരുത്, ശാസന രീതി അവലംബിക്കരുത് എന്ന് വെച്ചാൽ രാജ്യശാസന രീതി വേണ്ട, പുരോഹിത രീതി ഒഴിവാക്കുക എന്നൊരു പുരോഹിതൻ തന്നെ പറഞ്ഞപ്പോഴേ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. കാരണം ഞങ്ങളുടെ ഇടവകയിലൊക്കെ വലിയ വലിയ അച്ഛന്മാർക്ക് ഇരുന്നിട്ടുണ്ട്. അച്ഛൻ ഘോരഘോരമായ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. പക്ഷെ അവസാനം അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് ആലോചിച്ചപ്പം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ശാസ്ത്ര രീതി പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങളുടെ അടുത്തൊരു വലിയ പണ്ഡിതനായ അച്ഛനുണ്ടായിരുന്നു. കാനോൻ ലോയിലൊക്കെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ പെട്ടെന്നൊരു കുട്ടി കരഞ്ഞാൽ അച്ഛൻ്റെ മുഖം ഒന്ന് മാറും. എടുത്തുകൊണ്ട് പോകുക കുട്ടിയെ എന്നൊക്കെ പള്ളി വിളിച്ചു പറഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ പള്ളിയിൽ കുട്ടികൾ വരാതെയായി. അത് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. പിന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ ക്രോഡീകരിക്കാൻ എനിക്ക് തോന്നിയത് തിരുവള്ളൂരുടെ തിരുക്കൂറലിനകത്ത് ഒരു സെന്റൻസ് ഉണ്ട്. ഞാൻ പണ്ട് കൊച്ചുനാളിലെ പ്രസംഗിക്കാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു തന്നെയാണ്, മോനെ ആളറിഞ്ചു പേശും സഭയറിഞ്ചു പേശ വേണ്ടും പേശാതെ പോതും. അച്ഛൻ ആദ്യം മുതലേ പറഞ്ഞതാണ്. നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ സദസ്സിനെ മനസ്സിലാക്കുക, ആൾക്കാരെ മനസ്സിലാക്കുക. അച്ഛൻ തന്നെ ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞിരുന്നു, നിങ്ങൾ എത്തുമ്പോൾ അല്പം നേരത്തെ എത്തുക പ്രസംഗ വേദിയിൽ, എന്നിട്ട് ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കുക എന്ന്. ഞാനത് ചെയ്യാറുണ്ട്. ആ ഉപദേശം കിട്ടിയതിന് ശേഷം സഭയറിഞ്ചു പേശും, ആ സഭയെ മനസ്സിലാക്കി പേശും, പിന്നെ പേശാതിരിക്കും പോതും. നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ബോബി അച്ഛന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് 15 മിനിറ്റിനപ്പുറം പോകാറില്ല. ഒരു മനുഷ്യന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നത് 15 മിനിറ്റാണ്, മാക്സിമം 20 മിനിറ്റ്. അതിനപ്പുറത്തേക്ക് പോകുന്നത് ഒട്ടും അശാസ്ത്രീയം എനിക്ക് തോന്നാറില്ല. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ എന്നുള്ള ആ ഒരു പൊക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു തമാശ പുസ്തകം. ശരാശരി ക്രിസ്ത്യാനി പയ്യന്റെ വേവലാതികൾ എന്നായിരുന്നു പുസ്തകത്തിന്റെ പേര്. ഞാൻ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഫിഷറീസിലും ചുവട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിലും വനിതാ കമ്മീഷനിലൊക്കെ ഇരുന്നത് കൊണ്ട് ഇത്രയും പുറത്തൊക്കെ എഴുതി കഴിഞ്ഞാൽ ആരായാലും എഴുതി പോകും. അപ്പൊ അത് എഴുതിയതിന് എന്നെ ഈ പുടവ ചാർത്താനായിട്ട് ഒരു മീറ്റിങ്ങിന് വിളിച്ചു. അപ്പൊ ഞാൻ വലിയ കാര്യം ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പോയിരുന്നു. അപ്പൊ നമ്മുടെ ചാൻസലറൊക്കെ വന്നിരുന്ന വലിയ ചടങ്ങായിരുന്നു. അപ്പൊ പാവങ്ങളാണ് ഒരുപാട് പേരിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുണ്ട്, സഹായം സ്വീകരിക്കാൻ വന്നവരുണ്ട്. അപ്പൊ പ്രസംഗം ഒരുങ്ങി വന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. 4 മണിക്ക് തീരേണ്ട മീറ്റിംഗ് 5 മണിയായിട്ടും തീർന്നിട്ടില്ല. ഞാനും ഇങ്ങനെ മുമ്പിൽ പുടവയും ചൂടിയിരിക്കുകയാണ്. അപ്പൊ എനിക്കും പ്രസംഗിക്കാൻ അവസരമുണ്ട്. അപ്പൊ വന്നവരെല്ലാം അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ പേര് കണക്കിന് എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പാവങ്ങളെടുത്ത് എല്ലാം വെച്ച് കീച്ച്. അവസാനം വന്ന അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, തൊട്ട് മുമ്പ് പറഞ്ഞു, ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം ഇവിടെ വന്ന് ഒരാൾ പറഞ്ഞിരുന്നു, അച്ഛാ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഉണ്ണിയപ്പം കൊടുക്കാനായിട്ട് സെയിന്റ് ആൻഡ്രൂ നൊവേനയുണ്ട്, എനിക്ക് പോണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ജെറാഡ് സാറിനെ പ്രസംഗിക്കാനായി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം തന്നെ നമസ്കാരം പറഞ്ഞത് ആ കാത്തിരിക്കുന്ന ഉണ്ണിയപ്പത്തിനായിരുന്നു. അപ്പോൾ ഉറങ്ങിയിരുന്ന എല്ലാവരും ഒന്ന് ഇളകി. അപ്പൊ ഞാൻ ആ ഉണ്ണിയപ്പത്തിന് നമസ്കാരം പറഞ്ഞിട്ട്, ദയവ് ചെയ്ത് ഞാൻ ആ ഉണ്ണിയപ്പത്തിനെ ഓർത്ത് അധികം നിർത്തുന്നില്ല, ഞാൻ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം എന്ന് പറഞ്ഞ് വളരെ സഭയെ അറിഞ്ഞ് മനസ്സിലാക്കി 5 മിനിറ്റ് ഞാൻ പ്രസംഗം നിർത്തി. 5 മിനിറ്റ് പോലും ഇല്ല, 3 മിനിറ്റ് സംസാരിച്ചുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആളെ അറിഞ്ഞ് പറയുക, സഭയറിഞ്ഞ് പറയുക, ഒന്നും പറയാതിരിക്കുക. പിന്നെ അച്ഛൻ ഈ പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മളെല്ലാവരും പ്രസംഗ പരിശീലനത്തിന് വേണ്ടി വന്നവരാണ്. നമ്മൾ പലപ്പോഴും ഓർക്കണം, ഓൺലൈൻ പ്രസംഗം ജെയ്സനൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഓരോ ദിവസവും അതിന്റെ ഓരോ ബാലപാഠങ്ങൾ സഹിതം നാക്കിൽ വെള്ളം വരുന്നത് വരെ, എങ്ങനെ തൊണ്ട വരണ്ടു പോകുമ്പോൾ നാക്ക് കടിച്ച് വെള്ളം വരുത്തുക എന്ന് വരെ പറയുന്നുണ്ട്. അതുവരെ പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ അന്തരീക്ഷത്തിൽ സുഖമായി വീട്ടിൽ സോഫായി ഇരുന്ന് കേൾക്കുകയാണ്. ഇതല്ല പ്രസംഗം. ഇവിടുന്ന് പലതും പറയാം, പലതും കേൾക്കാം, പറഞ്ഞു നോക്കാം. പക്ഷെ അതല്ല. സഭയിൽ മുമ്പിൽ നിൽക്കുമ്പോൾ മുട്ടുപറയ്ക്കും. അച്ഛൻ പറഞ്ഞതുപോലെ കുറിപ്പ് തയ്യാറാക്കുക, ക്രമാനുഗതമാക്കുക, വെട്ടിയൊരുക്കുക. ഇത് 3 ചെയ്യാതെ പോയാൽ നമ്മൾ വിഷമിച്ചു പോകും.
അതുകൊണ്ട് ഞാനെന്ന ഭാവം ഒഴിവാക്കി എളിമപ്പെട്ട് ശാപവാക്കുകൾ പറയാതെ ഒരുമിച്ച് നിന്ന് സ്നേഹത്തോടെ എല്ലാവരും എന്നേക്കാൾ താഴെയുള്ളവരാണ്. ഞാൻ ഏറ്റവും മുകളിലല്ല, എല്ലാവരും എനിക്ക് മുകളിലാണ്. അവരെ രാജാക്കന്മാരായി കണ്ട്, സദസ്സിന് രാജാവായി കണ്ട് അവരോട് വിനയത്തോട് പെരുമാറുക, കഥകൾ പറയുന്നത് ചുരുക്കുക. അവിടെയൊന്നും ഞാനെന്ന ഭാവം വരാതിരിക്കട്ടെ. ഇങ്ങനെ പോയാൽ നമ്മുടെ പ്രസംഗം നീണ്ടുപോകാതെ വളരെ ഭംഗിയാകും, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അച്ഛൻ്റെ ഓരോ പ്രസംഗങ്ങളും ഒരു ഡിക്ഷണറിയാണ്, അത് കുറിച്ചു വെക്കുക. ഒരു ശബ്ദധാരാവലി പോലെയാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ പ്രസംഗം. ദയവ് ചെയ്ത് എല്ലാവരും പങ്കെടുത്ത് അത് വിജയിപ്പിക്കുക. അച്ഛൻ്റെ ഈ ഒരു ശുഷ്കാന്തിക്കും ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു സെഷൻ ഭംഗി മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. വളരെ നന്ദി സർ, ഒത്തിരി സന്തോഷം. ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛൻ നൽകിയ ഉൾക്കാഴ്ചകളെ പ്രബലപ്പെടുത്തുന്ന തരത്തിൽ നല്ലൊരു ഉപസംഹാരം നടത്തിയ ഈ പരിശീലനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നതിനെ കുറിച്ച് നൽകിയ ബോധ്യങ്ങൾക്ക് നന്ദി. നന്ദി പറയേണ്ടത് നന്മയാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കുമാരി ആഞ്ചല ആന്റണിയാണ്. നന്ദി പ്രകടനത്തിനായി ആഞ്ചല ആന്റണിയെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഒരു അനൗൺസ്മെന്റ്, ജയ്സൺ ചേട്ടാ നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് അനൗൺസ് ചെയ്തേക്കാം. അച്ഛൻ ഗ്രിഗറി അച്ഛനുണ്ടായിരുന്നു. നാളത്തെ നമുക്ക് സ്പെസിഫിക്കലി ഫോർ അസ് ഓൺലി. സോ അല്ല, അത് അനൗൺസ് ചെയ്തേക്കാം. നാളെ ഞങ്ങള് ആനിമേറ്റേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ് വന്നിട്ട് കൊല്ലത്ത് ഫാത്തിമ കോളേജിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്നുള്ള രീതിയിൽ. അഭിലാഷ് അച്ഛൻ ഉണ്ട് ലൈനില്. അഭിലാഷ് അച്ഛൻ കൈൻഡ്ലി പ്രൊസീഡ്. എല്ലാവരെയും ഹാർട്ടി വെൽക്കം ടു ഫാത്തിമ നാഷണൽ കോളേജ്. കൊല്ലത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആനിമേറ്റേഴ്സ്മാരും കോർഡിനേറ്റർ, ഞാൻ കുറെ പേരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും വരാൻ വേണ്ടി പരിശ്രമിക്കുക. കുറച്ച് പേര് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. കുറച്ച് പേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊരു കൊല്ലക്കാരാണ്, കുറച്ചൊരു ദൂരെ നിന്ന് വരണം. എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടു കൂടി പ്രതീക്ഷിക്കുന്നു നാളെ. താങ്ക് യു. താങ്ക് യു അച്ഛാ, താങ്ക് യു. Yes, Divya, please. Mute on. കുമാരി ആഞ്ചല. Gratitude is the fairest blossom which springs from the soul. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ ഗ്രിഗറി അച്ഛ, ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, 1 തെസലോനിക്ക 5:18 ഇപ്രകാരം പറയുന്നു: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഏതൊരു ചടങ്ങിന്റെയും മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നത് നന്ദി പ്രകാശനത്തിലൂടെ അതിന്റെ ശുഭകരമായ പര്യവസാനം സാധ്യമാകുമ്പോഴാണ്. ഇന്ന് നമുക്കേവർക്കും സന്തോഷത്തിന്റെ ദിനമാണ്. ഒത്തിരി ദിവസങ്ങളുടെ തയ്യാറെടുപ്പിന്റെയും ഒരുക്കത്തിന്റെയും ഫലമാണ് ഇന്നത്തെ ഈ ദിവസം. KRL-CBCയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രസംഗ പരിശീലനത്തിന്റെ 8ാമത്തെ സെഷൻ ഇന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം നമ്മുടെ ലത്തീൻ സഭാ സമൂഹത്തിന്റെ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സംരംഭം വളരെ പ്രയോജനപ്രദമായി മുന്നോട്ട് നീങ്ങുന്നു. ഈ സംരംഭത്തിന് തുടക്കം മുതൽ നേതൃത്വം വഹിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ നന്ദി സൂചിപ്പിക്കുന്നു. ആദ്യം തന്നെ വളരെ തിരക്കുകൾക്കിടയിലും ലത്തീൻ സഭാ സമൂഹത്തിന്റെ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി തന്നാൽ ആകുന്ന വിധം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗ്രിഗറി അച്ഛൻ. കാർമൽഗിരി സെമിനാരിയിലെ ഡീൻ എന്ന വലിയ ഉത്തരവാദിത്തത്തിന് നടുവിലും അച്ഛൻ ഈ സംരംഭത്തിന് നേതൃത്വം വഹിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രസംഗത്തിന്റെ ഘടന എപ്രകാരമായിരിക്കണമെന്നും അതിൽ ആശയങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്നും അച്ഛൻ വളരെ ലളിതമായും ആശയങ്ങൾ വിവരിച്ചു തന്നു. പ്രസംഗത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച ഏറ്റവും സൗമ്യനായ ഗ്രിഗറി അച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ പ്രസംഗ പരിശീലനം കൂടുതൽ സുഗമമാക്കുവാൻ അനുദിനം വളരെ ലളിതമായ ആശയങ്ങൾ നൽകി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന
സ്നേഹബഹുമാന്യനായ ജെയ്സൺ ആദപ്പള്ളി സാറിനും ഹൃദ്യമായി നന്ദി അർപ്പിക്കുന്നു. ഒപ്പം കോർഡിനേറ്റ് ചെയ്യുന്ന ജൂലിയൻ സാറിനും ഏറെ സ്നേഹത്തോടെ നന്ദി. ഇന്നത്തെ ക്ലാസ്സിന് അനുബന്ധമായി തന്റേതായ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് അറിവ് പകർന്നു തന്ന ജെറാർഡ് സാറിന് ഹൃദ്യമായ നന്ദി. ഇന്നത്തെ പ്രസംഗ പരിശീലനത്തിന് ആമുഖ പ്രാർത്ഥനയിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവ സാന്നിധ്യത്തിന്റെ സ്മരണയിലേക്ക് നയിച്ച മിസസ് നീമ സൈമൺ മാമിന് നന്ദി പറയുന്നു. ഈ പ്രസംഗ പരിശീലന ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതമോദിയ ബഹുമാനിയായ മിസസ് സോസമ്മ മാമിന് സ്നേഹപൂർവ്വം നന്ദി. ഞങ്ങളുടെ ഗ്രൂപ്പ് 4 കോർഡിനേറ്ററായ സിസ്റ്റർ ജെസി തോമസ് സിസ്റ്റർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ ഏറെ അക്ഷീണം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സിസ്റ്ററിന്റെ ഈ സന്നദ്ധമായ പ്രവർത്തനത്തിന് ഞങ്ങൾ ഓരോരുത്തരും ഹൃദ്യമായ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രസംഗ പരിശീലന ക്ലാസ് വളരെ മനോഹരമാക്കാൻ വളരെ നന്നായി ആങ്കറിംഗ് നടത്തിയ ബഹുമാനിയായ മിസസ് ദിവ്യ പി ദേവ് മാമിനും ഹൃദ്യമായ നന്ദി. ഈ പ്രസംഗ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിച്ച പുത്തൻ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നന്ദി ആഞ്ചല. അർഹിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയതിന്. ഒരിക്കൽ കൂടി നമുക്ക് ഈ ക്ലാസ്സിനെ ഇതിലൂടെ നമുക്ക് ലഭിച്ച അറിവിനെയും നേതൃത്വ പാടവത്തിനായുള്ള ഈ തീവ്രമായ ആഗ്രഹത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സമാപന പ്രാർത്ഥനയ്ക്കായി 4ാമത്തെ ഗ്രൂപ്പ് ആനിമേറ്ററും ഞങ്ങളുടെ ശക്തിയായ മോട്ടിവേറ്ററുമായ സിസ്റ്റർ ജെസി തോമസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ദിവ്യ. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയ മാനസങ്ങളെ സജ്ജമാക്കാം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നരുളി ചെയ്ത നല്ല തമ്പുരാനെ, അനുഗ്രഹീതമായ ഈ ദിനത്തെ ഞങ്ങൾക്ക് സമ്മാനിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. നല്ല ദൈവമേ, KRLCBCയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ സമുദായ സമുദ്ധാരണത്തിനായി നടത്തുന്ന ഈ വലിയ സംരംഭത്തെ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കരുണാമയനായ തമ്പുരാനെ, ഇന്നേ ദിനം ഞങ്ങളുടെ പ്രിയ ബഹുമാന്യനായ ഗ്രിഗറി അച്ഛനിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അറിവുകൾക്കും ആശയങ്ങൾക്കും പ്രചോദനങ്ങൾക്കും ഹൃദയപൂർവ്വം തമ്പുരാനെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ സമുദായ സമുദ്ധാരണത്തിന്റെ ഭാഗങ്ങളായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങൾ ഇന്നേ ദിനം ശ്രവിച്ച ഈ ആശയ വിരുന്നിലൂടെ അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഏറ്റവും നല്ല പ്രാസംഗികരായി മാറുവാനും അതുവഴി കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഏറ്റവും നന്നായിട്ട് പ്രതികരണ ശക്തിയോടുകൂടി അതിജീവിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വരമായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രിയ മാതാവേ, അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോടുകൂടെ ഉണ്ടാവട്ടെ. ഇന്ന് 2025 ഡിസംബർ 5 7:30 PM ആരംഭിച്ച പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് സെക്ഷൻ 8 ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ അറിവും ആത്മവിശ്വാസവുമായി അടുത്ത സെക്ഷനിൽ കാണാമെന്ന പ്രത്യാശയോടെ നല്ലൊരു രാത്രി നേരുന്നു. നന്ദി.
താങ്ക് യു. Thank you all. Good night. Okay, good night. Good night. Good night.